കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ മുഹബ്ബത്ത് കാണിച്ചിരുന്ന ഒരു സ്വഹാബി വനിതയുണ്ടായിരുന്നു. ഉമ്മു അമാറ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഉമ്മു അമാറ പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉഹദ് യുദ്ധം നടന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് വല്ലാതെ പരിക്കുകൾ ഏൽക്കുകയുണ്ടായ, സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ ഒരുപാട് വിഷമതകൾ സമ്മാനിച്ച ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. അന്നേരം പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശരീരത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പൊറലേൽക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഉമ്മു അമാറ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രതിരോധം സൃഷ്ടിക്കുന്നത് സ്വഹാബത്തിന് കാണാൻ സാധിക്കുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അത് കാണാൻ കഴിയുമായിരുന്നു. എന്നിട്ട് പിന്നീട് നബി തങ്ങൾ പറയുന്നുമുണ്ട്, ഞാൻ എൻ്റെ വലത്തോട്ട് തിരിഞ്ഞു നോക്കിയാലും ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാലും മുന്നിലേക്ക് നോക്കിയാലും പിന്നിലേക്ക് നോക്കിയാലും ഞാൻ എവിടെയും കാണുന്നത് ഉമ്മു അമാറയെ ആണല്ലോ എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു സാഹചര്യം എന്നല്ലേ? അവിടുത്തെ 3 മക്കളെയും പരിശുദ്ധ നബിയുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പരിച പോലെ ഉപയോഗപ്പെടുത്താൻ ഉമ്മു അമാറ ബീവി റളിയല്ലാഹു അൻഹ മുന്നിട്ട് വന്നതാണ് ചരിത്രത്തിന്റെ ഭാഗം. സയ്യിദുനാ റസൂലുള്ളാഹിനെ തടുക്കാൻ വലിയ വലിയ അമ്പുകൾ വന്ന് ഹബീബിന്റെ ശരീരത്തിലേക്ക്, മാർദ്ദവമായ ശരീരത്തിലേക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും എയ്ത് വിടുന്ന അമ്പുകളെ തടയാൻ തന്റെ സ്വന്തം ചോരയിൽ പിറന്ന മക്കളെയാണ് പ്രതിരോധം തീർക്കാൻ വേണ്ടി ഉമ്മു അമാറ ബീവി റളിയല്ലാഹു അൻഹ തീരുമാനിച്ചത്. ആ കൂട്ടത്തിൽ ഹബീബ് എന്ന് പറയുന്ന ഒരു പൊന്നുമോനുണ്ട്. ഹബീബ് എന്നവരുടെ കയ്യതാ അറ്റുപോവുകയാണ്. ഹബീബ് എന്ന് പറയുന്നവരുടെ കൈ അറ്റുപോയപ്പോ ഉമ്മു അമാറ അവിടെ വെച്ച് കിട്ടു എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ ഏർപ്പാട് ചെയ്ത മകന്റെ ഒരു കയ്യങ്ങ് അറ്റു വീണ സമയത്തും വെച്ച് കെട്ടിയിട്ട് പറഞ്ഞത് ഖും ഫഖാതിലിൽ ഖൗം, മോനെ വിശ്രമിക്കാനായിട്ടില്ല, എഴുന്നേൽക്കൂ. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ, ഇന്നത്തെ ഹബീബിനെ സംരക്ഷിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് പരിശുദ്ധ നബിയുടെ ആ കാവൽക്കാരനായി നിർത്തപ്പെട്ട ഹബീബ് എന്ന് പറയുന്ന ആ പ്രിയങ്കരനായ മകനോട് ഉമ്മു അമാറ എന്ന് പറയുന്ന ഉമ്മ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നോക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലാത്ത സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ ആ നെറുകയിൽ നിൽക്കുമ്പോ പുണ്യ നബി പറയാണ്, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്നതി. അല്ലാഹുവേ, ഉമ്മു അമാറയെയും അവിടുത്തെ പൊന്നുമക്കളെയും നാളെ സ്വർഗ്ഗലോകത്ത് എന്റെ റഫീഖുകളായി, എന്റെ ഉറ്റമിത്രങ്ങളായി, എന്റെ ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളായി സ്വർഗ്ഗത്തിൽ അവർക്ക് ഇടം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്നാ. ഇങ്ങനെ ദുആ ചെയ്ത് കിട്ടാൻ ഭാഗ്യം ലഭിച്ച ഉമ്മു അമാറ ബീവി റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടുമ്പോ 27ാമത് വാർഷികമാണ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്ന സ്വലാത്തിന്റെ വാർഷികം. ഇവിടെ പള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട്, ശംസുൽ ഹുദ മദ്രസയുടെ ഈ പരിസരത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടച്ചറപ്പ് നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരുടെ നാവിൻ തുമ്പത്തും ഇൻഷാ അല്ലാഹ് സ്വലാത്ത് വിരിയട്ടെ. സ്വലാത്ത് കൊണ്ട് റത്തുബാവട്ടെ, സ്വലാത്ത് കൊണ്ട് നനയുന്ന നാവാവട്ടെ നമ്മുടെ നാവ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വെള്ളിയാഴ്ച തോറും ഓതാൻ
ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച 2 അധ്യായങ്ങളുണ്ട്. ഇന്നത്തെ ഇശാ നിസ്കാരത്തിലും നാളത്തെ സുബ്ഹിന്റെ നിസ്കാരത്തിലും നാളത്തെ ജുമഅന്റെ നിസ്കാരത്തിലും അതാണ് സാധാരണമായി നബി തങ്ങൾ ഓതാറ്. ഒന്ന് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്നതോ ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഇതിൽ ആദ്യത്തെ ആ അധ്യായമുണ്ടല്ലോ, അതിന്റെ ഏതാണ്ട് നടുവിൽ നമുക്ക് കാണാൻ കഴിയും ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഇവിടെ സാധാരണമായി ദിക്ർ ചൊല്ലിയവർ, അതുപോലെ തന്നെ നിസ്കാരം നിർവഹിച്ചവർ എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ അർത്ഥം വെക്കാറുണ്ട്. പക്ഷെ ഒന്നുകൂടി സൂക്ഷ്മമായി നമ്മൾ അതിനെ പരിശോധിക്കുമ്പോ ഖദ് അഫ്ലഹ മൻ തസക്കാ, ആധ്യാത്മിക ലോകത്ത് വിരാജിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ആത്മീയ വിധാനങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന മഹാമണിമുത്തുരത്നങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഖദ് അഫ്ലഹ മൻ തസക്കാ, മനസ്സിന് തസ്കിയത്ത് കൊടുത്ത ആളുകൾ വിജയിച്ചു പോയി, അഥവാ ആത്മാവിന് സംസ്കരണം കൊടുത്തവർ വിജയിച്ചു പോയി. എങ്ങനെയുള്ളവരാണവർ? വദകറ ഇസ്മ റബ്ബിഹി, അല്ലാഹുവിന്റെ ഇസ്മിനെ നന്നായി പറയുന്ന ആളുകൾ, അതായത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, നമ്മുടെ ബേസ്മെന്റ്, നമ്മുടെ അടിത്തറ, ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് ഫൗണ്ടേഷൻ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനം, അടിത്തറ, ഒരു ബിൽഡിംഗ് നിൽക്കുന്നതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും താഴെ കാണുന്ന, നമ്മൾ അതിനെ തോണ്ടി അതിന്റെ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ ആദ്യമായിട്ട് ആ ഭാഗം കുഴിയാട്ട കുത്തുക എന്നൊക്കെ പറയും. അത് കുത്തി തോണ്ടിയതിനു ശേഷം അതിൽ നമ്മൾ നല്ല സ്ട്രോങ് ഉള്ള കല്ലുകൾ വെച്ചുകൊണ്ട് അതിന്റെ ഫൗണ്ടേഷൻ മെച്ചപ്പെടുത്തും. ഇല്ലെങ്കിൽ ബിൽഡിംഗ് ഉപ്പുകുത്തി വീണുപോകും, ഉറപ്പല്ലേ? നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഒന്ന് മനസ്സറന്ന് പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നമ്മുടെ ഇസ്ലാമിന്റെ ബേസ്മെന്റ്. നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷഹാദത്ത് കലിമയാണ്. ഷഹാദത്ത് കലിമക്ക് 2 ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റേത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നാമത്തേത് ദിക്ർ ആണ്, രണ്ടാമത്തേത് സ്വലാത്ത് ആണ്. അതുകൊണ്ടാണ് വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. ദിക്ർ ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ മതത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്ന അതിന്റെ അടിസ്ഥാന ശില അത് ഇളകാതിരിക്കുകയുള്ളൂ, അത് അവിടെ ഉറച്ചു നിൽക്കുകയുള്ളൂ. ഇത് രണ്ടും ബാലൻസ്ഡ് ആവണം, ദിക്റും സ്വലാത്തും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും മുഹമ്മദ് റസൂലുള്ളാഹിയുടെയും അടിസ്ഥാനത്തിലാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇബാദത്തിന് വേണ്ടി കൽപ്പന നടത്തുമ്പോ എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നിസ്കാരം എന്ന് പറയുന്നതോ, നോമ്പ് എന്ന് പറയുന്നതോ, സകാത്ത് എന്ന് പറയുന്നതോ, ഹജ്ജ് എന്ന് പറയുന്നതോ ചെയ്യാൻ വേണ്ടി പറഞ്ഞെടുത്ത് ധാരാളം 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 നിങ്ങൾ ചെയ്തോളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ധാരാളം ഹജ്ജ് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞതായി കാണില്ല. ധാരാളം നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് ഖുർആനിൽ ഒരൊറ്റ ആയത്തിൽ പോലും നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. ധാരാളമായി സകാത്ത് നിങ്ങൾ കൊടുത്തോളൂ എന്നെവിടെയും കാണൂല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തിന്റെ കൂട്ടത്തിൽ 2 സംഗതികളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കസീറൻ കസീറാ, എണ്ണമില്ലാതെ ധാരാളമായി കണക്കില്ലാതെ നിങ്ങൾ നല്ലോണം ചെയ്യണമെന്ന് പറയുന്ന 2 ഇബാദത്താണ്. ഒന്ന് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഒന്ന് ദിക്റാണ്. ദിക്റിൽ എല്ലാ ദിക്റും പെടും. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാ ദിക്റും അതിൽ പെട്ടുകഴിഞ്ഞു. അവിടെ അല്ലാഹ് പറഞ്ഞെന്താ? ദിക്റൻ കസീറാ. അതിന് എണ്ണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ
വഖുഊദാ വഅലാ ജുനൂബിഹിം, എല്ലാ ഭാഗങ്ങളിലും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ, അല്ലാഹു തആല നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും, അതുപോലെ തന്നെ വഅലാ ജുനൂബിഹിം, കിടക്കുന്ന സമയത്തും ഒക്കെയും ദിക്ർ. അപ്പൊ എവിടെ പിന്നെ സമയം ഒഴിവ്? ദിക്റിന് സമയത്തിന് ഒഴിവില്ല. ഏത് സമയത്തും ദിക്ർ തന്നെയാണ്, ഏത് സമയത്തും ദിക്ർ തന്നെയാണ്. റബീഅത്തുൽ അദവി ബീബി റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് അതാ, അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള വഴി ദിക്ർ വർദ്ധിപ്പിക്കലാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ. അപ്പോൾ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നേരത്തെ പ്രിയ സ്നേഹിതൻ ഇവിടെ ഓതിയല്ലോ. നമ്മുടെ യുവാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഭാഷണം നടത്തിയ പ്രിയ സ്നേഹിതൻ, അദ്ദേഹം ഓതിയത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളിം റസൂലും ഒക്കെ തന്നെ, അള്ളിം അവന്റെ മലായിക്കത്തും റസൂലുള്ളാന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളും ചൊല്ലണം. അള്ളിം റസൂൽ, ഈ യുസല്ലൂന എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോ വിശുദ്ധ ഖുർആനു ഷരീഫിന്റെ മാസ്മരികമായ അതിന്റെ അവതരണ ശൈലികൾ നമ്മൾ പരിശോധിക്കുമ്പോ, അതിന്റെ ആഖ്യാന ശൈലി നമ്മൾ പരിശോധിക്കുമ്പോൾ, മുളാരി ആയ മുസ്തഖ്ബിൽ ആയ ഫീലുകൾക്കുള്ള പ്രത്യേകത അത് യുഫീദുൽ ഇസ്തിംറാറ, അത് ഇസ്തിംറാറിനെ ഫായിദ വെപ്പിക്കുമെന്ന മൗലവിമാരുടെ ഭാഷയിൽ പറയല്. എന്താ ഇസ്തിംറാറിനെ ഫായിദ വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തുടരെ 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 നിൽക്കാതെ ഏത് സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാണ് അതിന്റെ അർത്ഥം വരിക. അപ്പൊ യുസല്ലൂന എന്ന് പറഞ്ഞാൽ അള്ളിം അവന്റെ മലായിക്കത്തും നിർത്താതെ സ്വലാത്തിലാണ് എന്ന് വരിക. എന്നിട്ട് നമ്മളോട് പറയാം നിങ്ങളും അങ്ങനെ ആവണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സ്വലാത്തും നിർത്താതെ ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ നമുക്ക് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേരില് നമ്മൾ അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വഅള് കഴിയുന്നത് വരെയല്ല, അതുവരെ എന്തായാലും ഇൻഷാ അല്ലാഹ് മറ്റു സംസാരങ്ങളിൽ ഇടപഴകാതെ, ഒരുപക്ഷെ ആരെങ്കിലൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ, ഇരുന്നു കൊണ്ട് ഇൻസ്റ്റയിൽ റീലുകൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഒന്നും ഇവിടുന്ന് എനിക്ക് കാണാൻ കഴിയില്ല. ഈ സ്വലാത്തിന്റെ മജ്ലിസിനെ അവമതിക്കുന്ന, അതിനെ വില കുറച്ച് കാണുന്ന ഒരു അദബുകേടും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. സ്ത്രീകളുടെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും ചിലപ്പോൾ നമ്മുടെ SLCയിൽ പഠിക്കുന്ന, +2 പഠിക്കുന്ന ആ പ്രായത്തിലൊക്കെ ഉള്ള മക്കളൊക്കെ ഒരുപക്ഷെ ഒരു തമാശക്കായിട്ടെങ്കിലും കുറച്ച് സമയം ഉണ്ടാവില്ല ഇവിടെ ഒന്ന് അതിലങ്ങനെ അഭിരമിക്കാം, ഇരിക്കാം എന്നൊക്കെ നിയ്യത്താക്കി ബന്ധോലുണ്ടെങ്കിൽ, ഉണ്ടാവില്ല എന്ന് കരുതാം, ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ നല്ല നിലക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് സ്വലാത്തിന്റെ മജ്ലിസ് ആവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എന്റെ പൊന്നാര ഹബീബിങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒന്നാമത് പറഞ്ഞു വെച്ച പോയിന്റ് എന്താ? അല്ലാഹു തആല നല്ലോണം ചെയ്യണം, ഒരിക്കലും നിങ്ങൾ നിർത്താതെ ചെയ്യണം എന്ന് പറഞ്ഞത് എന്തിനേയുള്ളൂ? ദിക്റിനെയും സ്വലാത്തിനെയും പറ്റി മാത്രമാണ്. അൽഹംദുലില്ലാഹ്, ആ ദിക്റും സ്വലാത്തും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഷഹാദത്ത് കലിമയുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹിയുമാണ്. ഇൻഷാ അല്ലാഹ് അതിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഒരാൾ മുന്നോട്ട് പോകുന്ന പക്ഷം അൽഹംദുലില്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താ പറഞ്ഞത്, ഹബീബ് എന്താ പറഞ്ഞത്, അതും കൂടി കേട്ടിട്ട് ആ വിഷയം നമുക്ക് മാറ്റി വെക്കാം. എന്താ അല്ലാഹ് പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞെന്താ അറിയോ? നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലുന്ന ആൾ അവന് അള്ളാഹുവിന്റെ അടുക്കൽ അത്രമേൽ സ്ഥാനമായിരിക്കുമെന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്ർ ചൊല്ലുന്ന ആൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനീയനായിരിക്കുമെന്ന്. ദിക്ർ ചൊല്ലുന്ന ആൾക്കുള്ള സ്ഥാനം അത് അത്രമേൽ അള്ളാഹുവിന്റെ അടുക്കൽ സമ്പന്നമാണ്, ഉത്കൃഷ്ടമാണ്, അതീവ മഹത്വമുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നത്. സ്വലാത്ത് ചൊല്ലുന്നതിനെ പറ്റി പറഞ്ഞതോ, എന്നെ ആഖിറത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ സ്വലാത്ത് കൊണ്ട് എണ്ണം
പെരുപ്പിച്ചവനാണ് എന്റെ തൊട്ട് ബേക്കിലുണ്ടാവുക. അതിനേക്കാൾ കുറച്ച് ചെല്ലിയോൻ അതിന്റെ ബേക്കിൽ, അതിന്റെ കുറച്ച് ചെല്ലിയോൻ ഇതിന്റെ ബേക്കിൽ, അതിനേക്കാൾ കുറച്ച് ചെല്ലിയോൻ അതിന്റെ ബേക്കിൽ, കൂടുതൽ കൂടുതൽ ചെല്ലിയവർ എന്റെ അടുപ്പത്തിലുണ്ടാകുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ നബിയോട് നമുക്ക് അടുപ്പത്തിലാവണം. ഇൻഷാ അല്ലാഹ് ഹബീബിനോടുള്ള അടുപ്പം കിട്ടാനാകട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ആരംഭിക്കാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വിഷയം കൊടുത്തത് അനാചാരങ്ങൾ ആഘോഷമാകുന്ന സമയത്ത് എന്നാണ്. അനാചാരം ആഘോഷമാകുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ക്രമം പരിശോധിക്കുമ്പോൾ രണ്ടവസ്ഥയാണ്. ഇത് പുതിയ തലമുറയിലെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നന്നായി ഉൾക്കൊള്ളണം. അത് നമ്മൾക്ക് പറയാനേ കഴിയുള്ളൂ. രക്ഷിതാക്കളും ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് രണ്ടവസ്ഥകൾ? ഒന്ന്, ട്രെൻഡിന്റെ പിറകെ. ട്രെൻഡ് എന്താ? ട്രെൻഡ്. മറ്റേതെന്താ? മറ്റേത് ഡിസൈൻഡ് ആയിട്ടുള്ള ലക്ഷ്യമുണ്ട്, അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുക. അതാണ് ഇസ്ലാം. മറ്റേതോ ട്രെൻഡാണ്. അത് ഏത് സമയത്തും മാറും. ആ മാറുന്ന ട്രെൻഡിന്റെ പിറകെ ഇങ്ങനെ പോകുന്നതാണ്. ട്രെൻഡിന്റെ പിറകെ എന്ന് പറയുന്ന ക്യാമ്പസിന്റെ കലാലയങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു മനസ്ഥിതിയുണ്ട്, ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇൻസ്റ്റയിലെ റീൽസുകളിലൂടെ നമ്മുടെ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരികളിലൂടെ അവരിലേക്ക് സംവേദനം ചെയ്യപ്പെടുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്. തട്ടമിടണം എന്നൊന്നുമില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യക്കേടാണ്. അത് സ്വാതന്ത്ര്യക്കേടാണ്. നമുക്ക് തട്ടമിടുന്നത് നമ്മുടെ ഇഷ്ടമല്ലേ? നമ്മുടെ ശരീരത്തിൽ എന്ത് മറക്കണം എന്തു മറക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ? പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി നമ്മൾ എന്തിനു പ്രവർത്തിക്കണം? നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ വലുത്? അതല്ലേ ലിബറേഷൻ, അതല്ലേ ഫ്രീഡം, അതല്ലേ നമ്മുടെ റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. എന്നാൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ക്യാമ്പസിന്റെ പുതിയ കാലങ്ങളിലുള്ള പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനമായി 3 തിന്മകൾ, ഡ്രഗ്സും സെക്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ അതിനൊക്കെ ഇന്ന് വലിയ രീതിയിൽ ഹലാലിയത്ത് വന്നുകൊണ്ടിരിക്കുന്ന, അതൊക്കെ പറ്റും, അനുവദനീയമാണ് എന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇത് എത്രമാത്രം അനാശാസ്യമാണ്, എത്രമാത്രം അനാചാരമാണ്, എത്രമാത്രം കുറ്റകൃത്യമാണ് പരിശുദ്ധ ദീനിൽ. പക്ഷേ അത് നമ്മൾ ഇന്ന് ആഘോഷമാക്കുന്നു നമ്മുടെ ക്യാമ്പസുകളില്, അത് നമ്മൾ ആഘോഷമാക്കുന്നു നമ്മുടെ തെരുവോരങ്ങളില്, അത് നമ്മൾ ആഘോഷമാക്കുന്നു നമ്മുടെ സ്വന്തം കല്യാണ പാർട്ടികളില്, നമ്മുടെ സ്വന്തം വിവാഹ ചടങ്ങുകളിൽ. ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് എന്തൊന്ന് കൊണ്ടുവന്നു അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിച്ചുവോ, ഫഹുദൂഹു, അതിനെയാണ് നിങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ടത്. അതിനെയാണ് നിങ്ങൾ ജീവിതത്തിൽ നിഷ്കർഷിക്കേണ്ടത്. അതിനെയാണ് നിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്. അതിനെയാണ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അതിനെയാണ് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടത്. വമാ ആതാകും അർറസൂൽ ഫഹുദൂഹു, അതിനെ നിങ്ങൾ എടുക്കണം. നബിതകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളില്ലേ? ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നോക്ക് നിങ്ങൾ. നമ്മുടെ പുതിയ കാലഘട്ടത്തിന്റെ മക്കളെ സംബന്ധിച്ച് പറഞ്ഞു വുക്ക കാലം എന്നാ പറയാം. VUCA, volatile, uncertainty, complexity and ambiguity. വുക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ജെമിനിയോട് ചോദിക്കാം, അതുപോലെ തന്നെ ചാറ്റ് ജിപിടിയോട് ചോദിക്കാം, അതുപോലെ ഗ്രോക്കിനോട് ചോദിക്കാം. ഇങ്ങനെയുള്ള ഏത് സെർച്ച് എൻജിനുകളോടും AI പ്ലാറ്റ്ഫോമുകളോടും നമുക്ക് വിശദീകരണം തേടിയാൽ ആധുനിക കാലഘട്ടത്തെ പറ്റി പരിശോധിച്ചാൽ കാണാം ഈ കാലത്തിന്റെ പേര് വുക്ക കാലം എന്നാണ്. VUCA. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? ഈ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡി കമ്മ്യൂണിക്കേഷനാണ്.
വളരെ സ്പീഡി യാത്രാ സൗകര്യങ്ങളാണ്. വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. മന്ദപ്പ് നടക്കൂല. എല്ലാം വളരെ പെട്ടെന്നായിരിക്കണം. വളരെ പെട്ടെന്ന് വീടുണ്ടാവണം. വളരെ പെട്ടെന്ന്. അതൊക്കെ ഒരു മാസം കൊണ്ട് വീടൊക്കെ അങ്ങോട്ട് പൊന്തണം. അങ്ങനെ ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ പെട്ടെന്ന് എനിക്ക് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് മുതലാളിയാവണം. വളരെ പെട്ടെന്ന് തന്നെ എനിക്കൊരു ബെൻസ് കാറിന്റെ ഉടമയാവണം. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ബെൻലി കാറുകളും അങ്ങനെയുള്ള വിലപിടിച്ചുള്ള വലിയ വലിയ വാഹനങ്ങളുടെ മുതലാളിയായി ഞാൻ മാറണം. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് വലിയ വലിയ മേഖലകൾ കീഴടക്കാൻ വേണ്ടി കഴിയണം. വളരെ പെട്ടെന്ന് തന്നെ വലിയ ആളുകളെല്ലാം ചെയ്യുന്നത് എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയണം. ഇതിനാണ് വോളറ്റൈലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെയാണ്. യു ആണ് അടുത്തത്. അൺസെർട്ടിനിറ്റി, അനിശ്ചിതത്വമാണ്. ഇതിങ്ങനെയൊക്കെ നടന്നാൽ പിന്നെ എന്താവാന്ന് ആർക്കും അറിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് കുട്ടികൾ പെട്ടെന്ന് പ്രതികരണമുള്ളവരായി മാറുന്നു, വളരെ ഇമോഷണൽ ആകുന്നു. എന്നിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. നെക്സ്റ്റ് മൊമെന്റിൽ, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വിധം അൺപ്രെഡിക്റ്റബിൾ ആയ, പ്രവചനാതീതമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവാ. കുട്ടികൾ ട്രെയിനിന് പോയി തലവെക്കോ, സ്കൂളിൽ ടൂർ ഉണ്ട് എന്ന് പറഞ്ഞു 3000 ഉറുപ്പിയാണ് ചെലവ് എന്ന് പറഞ്ഞു ബാപ്പ പറഞ്ഞു മോനെ അതിന് പോണ്ടാന്ന്. പിന്നെ കാണുന്നത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കഴുത്തും ഉടലും വേറെ ആയിട്ടാണ്. ഏതോ ട്രെയിനിന് പോയി തല വെച്ചിട്ടുണ്ട്. 3000 ഉറുപ്പ്യ കൊടുക്കാതിരുന്ന് ടൂറിന് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് ചങ്ങായി പോയി കണ്ടവിടെ തല വെച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് അറിയില്ല. വളരെ പെട്ടെന്നാണ് പ്രതികരണം. ഉമ്മ മൊബൈൽ തിരിച്ചു വാങ്ങിയപ്പോഴേക്ക് സമയമായി, ഇനി മൊബൈൽ തിരിച്ചു കൊണ്ടാന്ന് പറഞ്ഞ് 2ാം ക്ലാസ്സുകാരൻ നേരെ ബാത്റൂമിൽ കയറിയിട്ട് തൂങ്ങി മരിക്കാനാണ് നോക്കിയത്. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്നത് അൺപ്രെഡിക്റ്റബിൾ ആണ്, അൺസെർട്ടൈൻ ആണ്. ഇതാണ് രണ്ടാമത്തെ യു എന്ന് പറയുന്ന ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റിയാണ്. എന്താണ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ? കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കീർണത. എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ. അങ്ങോട്ട് നോക്കിയാലും അവിടെയും കുഴപ്പം, എവിടെയും കുഴപ്പം. ബിസിനസ് നോക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ മാതിരി ഒന്നല്ല, ഒരു ക്ലയന്റ് അല്ല. നമ്മൾ ഒരു സംഗതി നോക്കുമ്പോൾ നമ്മളെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഏതൊക്കെ മേഖലയിൽ ആളുകൾ ഉണ്ടാവും. പണ്ട് നമുക്ക് വേഗം പിടുത്തം കിട്ടും, ഇപ്പൊ പിടുത്തം കിട്ടൂല. അത്രക്കും കോംപ്ലക്സിറ്റിയാണ്, സങ്കീർണതകൾ ജീവിതത്തിൽ നിറഞ്ഞു വരികയാണ്. ഇതാണ് സി എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞ ആംബിഗ്വിറ്റി, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ വളരെ സ്പീഡാണ് ജീവിതം. അതുകൊണ്ട് തന്നെ വളരെ അനിശ്ചിതത്വമാണ് പല കാര്യങ്ങളും. ആ അനിശ്ചിതത്വം തുടരുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സങ്കീർണത ജീവിതത്തെ ബാധിക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടിക്കീച്ചു നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു കൃത്യതയില്ലായ്മ നമ്മളെ അടക്കി ഭരിക്കുന്നു. ഇതാണ് വുക്ക കാലം എന്ന് പറഞ്ഞാൽ. ആ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു ഇസ്തിഖാമത്ത് നിലനിർത്തി തരട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ, ഉറക്കെ ബിഹഖി നബിയിനാ മുഹമ്മദ്. शब रोज बढ़ रही है मेरी तश्नगी का आलम, शब रोज बढ़ रही है मेरी तश्नगी का आलम, ए प्यास कब बुझेगी मेरे साक़ाए मदीना, ये प्यास कब बुझेगी मेरे साक़ाए मदीന. പരിശുദ്ധ മദീനയുടെ പരിപാലക ഹബീബായ സയ്യിദുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളെ അങ്ങ് ഏറ്റെടുത്താലും അല്ലാഹുവിന്റെ ഹബീബരെ, അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മയാണ് രാവും പകലിലും. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് അങ്ങ് കടന്നു വരാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ശബ റോസ് ബഡ് റഹീ ഹേ മേരി തിശ്നഗി കാ ആലം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചൊല്ലിക്കൊണ്ടിരിക്കുക സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു, മദീനയുടെ പച്ചക്കുപ്പ ഇങ്ങനെ ഓർത്തു നോക്കൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അൻത ശംസുൻ അൻത ബദ്റു അൻത നൂറുൻ ഫൗഖ നൂരി, അൻത ഇക്സിറുൻ വഗാലി, അൻത മിസ്ബഹു സുദൂരി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പൊ ഇവിടെ ട്രെൻഡിന് പിറകെ പോവാ. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തോന്നാണ് ഇസ്ലാമിൽ ഞങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഈ അനാചാരം എന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാം വിരോധിച്ച കാര്യമെന്നല്ലേ? അതിനെ നമ്മൾ അക്കാദമിക് പർപ്പസിന് വേണ്ടി ഞാനതിന്റെ ചെറിയൊരു വിശദീകരണം നിങ്ങൾക്ക് തരാം. ഇപ്പോ ഭർത്താവിന്റെ കീഴിൽ ഒരു പെണ്ണ് ജീവിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യക്കേട്, അത് വളരെ അധികം സ്ത്രീ പീഡനം. എങ്ങനെ ഭർത്താവിന്റെ കീഴിൽ ഭാര്യയായി ഒരു പെണ്ണ് ജീവിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യക്കേട്, അത് സ്ത്രീകൾക്കുള്ള പീഡനമായി കണക്കാക്കുക. എന്നാലോ ഒരു പെണ്ണ് കഷ്ടപ്പെട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ബാപ്പാന്റെ സമ്പത്തും മറ്റുമൊക്കെ ഒരുപാട് ചെലവാക്കി പഠിച്ച് ഒരു വലിയ തൊഴിലിലും ഉദ്യോഗത്തിലും അങ്ങ് എത്തിച്ചേർന്നതിനു ശേഷം താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സിഇഒയോ സിഒഒയോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഹൈ എൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഏതെങ്കിലും ആള് ആ ആളുടെ മുമ്പിൽ പോയിട്ട് അതാത് മാസത്തെയോ അതാത് ആഴ്ചയിലെയോ അതാത് ദിവസത്തെയോ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേരിൽ ഇങ്ങനെ നമ്രശിരസ്കയായി ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ പോയി കൈകൂപ്പി നിൽക്കുന്നത് പുരോഗമനവാദം. എവിടുന്നാ പെൺകുട്ടികളെ നിങ്ങൾക്കിത് കിട്ടിയത്? ഇസ്ലാമിന്റെ മേൽ ഇങ്ങനെ കുതിര കയറി അനാചാരം. നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ജോലി ആയിക്കോട്ടെ, ഒരു കുഴപ്പം ആർക്കും ഇവിടെ പ്രശ്നമില്ല. പക്ഷെ നല്ല തൊഴിലിലെ ഉദ്യോഗത്തിൽ എത്തിയിട്ട് എന്നിട്ട് ഇയാളെ മുമ്പിൽ ഇങ്ങനെ പോയിട്ട്, അല്ല നിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലല്ലോ, നിനക്ക് 450 ആള് കൂടി പൈസ ഇതാക്കാണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു 50,000 റുപ്യ ഇനി ഉണ്ടാക്കാനുണ്ടല്ലോ, നിന്റെ ശമ്പളം ഫിക്സ് ചെയ്തത് 2 ലക്ഷമാണ്, അതിൽ 1.5 ലക്ഷം നീ കസ്റ്റമേഴ്സ് ഉണ്ടാക്കേണ്ടതാണ്, അത് നീ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ സോറി സർ, സോറി സർ, സർ സോറി എന്ന് പറഞ്ഞ് കൈകൂപ്പാൻ യാതൊരു മടിയില്ല. അത് സ്വാതന്ത്ര്യ കേടുമല്ല, ഒരു സ്ത്രീ വിരുദ്ധതയുമല്ല. എന്നാൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോ, ആ ഭർത്താവിന്റെ ഡ്രസ്സ് അലക്കുമ്പോ, ആ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ, ആ പൊരയില് വല്ല പണി എടുക്കുമ്പോ, അതൊക്കെ വല്ലാത്ത സ്വാതന്ത്ര്യക്കേട്. ഇതിനെയാണ് വെസ്റ്റേൺ വ്യാഖ്യാനത്തിന്റെ അടിമകളായി നമ്മൾ മാറി എന്ന് പറയുന്നത്. തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. ഇതൊന്നും ഒന്ന് ബുദ്ധി കൊടുക്കി നിങ്ങൾ. ഇവിടെ എന്താ സംഭവിച്ചത്? വെസ്റ്റേണേഴ്സ്, യൂറോപ്യന്മാർ, പാശ്ചാത്യന്മാർ, അവർ നമുക്കൊരു വ്യാഖ്യാനം അങ്ങോട്ട് പറഞ്ഞു തന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, സ്വാതന്ത്ര്യക്കേട് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. നമ്മൾ അതന്നെയാണെന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് സ്ത്രീക്ക് വലിയ അഭിമാനം. സ്ത്രീയുടെ ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കാതെ അത് മൂടി വെക്കണം, അവൾ ഹിജാബ് ധരിക്കണം, അവൾ തട്ടമിടണം, ഷാള് കൊണ്ട് മിനിമം ചുറ്റെങ്കിലും വേണം. അങ്ങനെ സ്ത്രീയുടെ വ്യക്തിത്വത്തിന്റെ സംരക്ഷണം ഒരു പെണ്ണ് നിർവഹിക്കണം എന്ന് പറയുമ്പോ അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന് പറയാൻ നമ്മുടെ തട്ടമിട്ട കുട്ടികൾ തന്നെ മുന്നോട്ട് വരുന്ന വല്ലാത്തൊരു കലികാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓരോ ബാപ്പിയും ഉമ്മിയും മുസ്ലിം കുടുംബത്തിന്റെ ഉള്ളിൽ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ യാഥാർത്ഥ്യം എന്താ? അനാചാരം പരിചയപ്പെടും, അത് പരിചയപ്പെടണ്ടേ? എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങള്, പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പാ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് കൃത്യമായി രേഖ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ മതമാണ്.
അതേ നിങ്ങൾ എടുക്കാവൂ. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യണ്ട, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യുമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മൾ മാറി നിൽക്കുന്നത് അപ്പം വലിയ പറയാ ഒപ്രഷനാണ്, അടിച്ചമർത്തലാണ്, സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തലാണ്. ശരി, അപ്പൊ നമ്മൾ അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിന്റെ വികാരത്തെ അടിച്ചമർത്തുന്നു. ഏതായിരിക്കുമല്ല പറഞ്ഞതിന്റെ ലക്ഷ്യം. ശരി, എന്നാൽ ഒരു പെൺകുട്ടി തട്ടമിടാതെ ഹിജാബൊന്നും ധരിക്കാതെ അവൾക്ക് തോന്നിയ മാതിരി പുറത്തിറങ്ങി നടന്നാൽ അതെങ്ങനെ സ്വാതന്ത്ര്യമാവുക? അത് ശരിക്കും സ്വാതന്ത്ര്യ കേടല്ലേ? എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികള് സ്കൂളിൽ പോകുന്ന, ക്യാമ്പസിൽ പഠിക്കുന്ന, കലാലയങ്ങളിൽ ഇത്തരം പുതിയ നവ ലിബറൽ ഫെമിനിസം ആശയത്തോട് മനസ്സ് ചേർന്ന് നിൽക്കണം എന്നാഗ്രഹിക്കുന്ന, അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് സ്നേഹപൂർവ്വം ഞാൻ പറയട്ടെ, യഥാർത്ഥം പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിനെയാണോ നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗി അതൊരിക്കലും പുറത്ത് കാണിക്കുന്നിടത്തല്ല, അത് മറച്ചു വെക്കുന്നിടത്താണ് എന്ന് പറയുന്നതല്ലേ നമ്മൾക്ക് യഥാർത്ഥ ബുദ്ധി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ലിബറേഷൻ എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഭാഗം മുഴുവൻ കാണിക്കലല്ല. ഇത് എനിക്കുള്ളതാണ്, എനിക്ക് ഭാവിയിൽ ഒരു ഭർത്താവ് ഉണ്ടാകും, ആ ഭർത്താവിനുള്ളതാണ്, അല്ലാണ്ട് അങ്ങാടിയിലുള്ള വായ്നോക്കികൾക്കുള്ളതല്ല എന്റെ ശരീരം എന്ന് പറഞ്ഞ് നിന്റെ ശരീരത്തിന്റെ ഭംഗി നീ പ്രകടിപ്പിക്കാതെ നിൽക്കലല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യം? അതല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യം? അതാണ് ലിബറേഷൻ. അല്ലാതെ വെസ്റ്റേൺ ഭാഗത്ത് നിന്ന് പാശ്ചാത്യ മീഡിയകളിൽ, ഇൻസ്റ്റയിൽ, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലുകളായി അതും ഇതുമൊക്കെയായി പ്രത്യക്ഷപ്പെടുന്ന ഭംഗിയുടെ നിർവചനവും മറ്റും കണ്ടും കേട്ടും അതിനെ പിന്തുടർന്നും നമ്മൾ നമ്മുടെ ഹയാവും ലജ്ജയും എല്ലാം അങ്ങ് വലിച്ചെറിയലാണോ സ്വാതന്ത്ര്യം? അല്ലല്ലോ പൊന്നു പെങ്ങളെ, അത് തിരിച്ചറിഞ്ഞാൽ മതി. അള്ളാഹു നമുക്ക് നാഫിയാൽ മനപ്രദാനം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു. എല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതുപോലെ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മുടെ ഓരോ വ്യവഹാരങ്ങളും, നമ്മുടെ കല്യാണങ്ങളാവട്ടെ, നമ്മുടെ കൂടിച്ചേരലുകളാവട്ടെ. ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ? നമ്മളുടെ കൂടിച്ചേരലുകൾക്കൊക്കെ ഒരു കൊഴുപ്പ് കൂടണമെങ്കിൽ നന്നായിട്ട് ഡിജെയും ആണും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങ് ചാടണം. അത് കല്യാണത്തിന്റെ പേരിലായിക്കോട്ടെ, കുടുംബ ബന്ധത്തിന്റെ പേരിലായിക്കോട്ടെ. ചെയ്യാൻ പാടില്ലാത്തത് പാടില്ല എന്ന് പറയുന്നിടത്തും അതിനെ അങ്ങനെ അംഗീകരിക്കുന്നിടത്തുമാണ് നമ്മൾ മുസ്ലിം ആകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു തത്വത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എല്ലാവരും മനസ്സ് തുറക്കണം. എല്ലാവരും പരിശുദ്ധ മദീനയുടെ പച്ചക്കുപ്പയൊക്കെ മനസ്സിൽ ഇങ്ങനെ കാണാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വിശുദ്ധ മദീനയിൽ അള്ളാഹു നമ്മൾ എത്തിക്കട്ടെ. എല്ലാവരും ഒന്ന് മനസ്സ് തുറന്ന് ആമീൻ പറഞ്ഞ മദീനയിൽ അള്ളാഹു നമ്മൾ എത്തിക്കുമാറാകട്ടെ. മദീനയുടെ സ്വഭാവം നമ്മൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് ആവതു തരട്ടെ, ഉദവി തരട്ടെ. അള്ളാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊക്കെ എത്ര ബയ്യോട്ടാണ്, എത്ര ബേക്കോട്ടാണ്. സഹാബത്തിന് മഹബത്ത് അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക് കയറി വരാൻ ഒരു ഇഷ്ക് മജ്ലിസിന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ആരെങ്കിലും ഇഷ്ക് മജ്ലിസ് നടത്തുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഈയിടെ റമളാനു ഷരീഫിന്റെ 27-ാം രാവിന്റെ ആത്മീയമായ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ അവിടെ വരെ ഇഷ്ക് മജ്ലിസ് സംഘടിപ്പിക്കുന്ന ചില പള്ളികൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ട്. അത് മോശാണെന്നല്ല, വളരെ നല്ല പരിപാടിയാണ്. എന്താ ഇഷ്ക് മജ്ലിസ്? ലൈറ്റ് അങ്ങോട്ട് ലൈറ്റ് ഓഫ് ആക്കണം. കാരണം ലൈറ്റ് ഓഫ് ആക്കാതെ നബിനെ നമുക്ക് മനസ്സിൽ കണ്ട് കേറുന്നില്ല. നമ്മൾ എത്ര മോശക്കാരാണ് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോ അവതരിപ്പിക്കുന്ന ആള് പറയും ലൈറ്റ് ഓഫ് ആക്കാം, കണ്ണെല്ലാരും നടച്ചോളൂ, ഇനി വിശുദ്ധ മദീനയുടെ പച്ചക്കുപ്പ മാത്രം കണ്ടാ മതി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ത്വായിഫിന്റെ മണ്ണിലെ റസൂലുള്ളാഹി തങ്ങൾ അനുഭവിച്ച സങ്കടത്തിന്റെ, ആ കണ്ണുനീരിന്റെ കൈപ്പുരസം, ഹബീബ് റസൂലുള്ളാഹി അനുഭവിച്ച ആ പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, വല്ലാത്ത നരകയാതനകളുടെ ബീഭത്സമായ ഭീകരമായ മുഖം
അവതാരകൻ അങ്ങ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പൊട്ടി പൊട്ടി കരയുകയാണ്. സത്യത്തിൽ നമ്മുടെ മനസ്സിൽ ഒരല്പമെങ്കിലും സങ്കടവും കരച്ചിലും ഉണ്ടാകണമെങ്കിൽ ഈ ലൈറ്റ് ഓഫ് ആക്കലും ഈ കരയിപ്പിക്കുന്ന സംഗതി പറയലും ആവശ്യമായി വന്നതിന്റെ അർത്ഥം എന്താ? നമ്മുടെ മഹബത്ത് ഹവയായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ മഹബത്ത് അഖിലിയാണ്, ബൗദ്ധികമാണ്, ബുദ്ധിപരമാണ്. അപ്പൊ മരുന്ന് കുടിക്കുമ്പോ വല്ലാത്ത കയ്പ, കഷായം കുടിക്കുമ്പോ വല്ലാത്ത കയ്പ. അത് കുടിക്കണ്ടേ? കുടിക്കണം, എന്നാലേ രോഗം മാറുള്ളൂ. അപ്പൊ നമ്മുടെ ബുദ്ധിനോട് പറയും, കുടിക്കാതെ കണ്ട എന്റെ രോഗം മാറൂല, നിന്റെ രോഗം മാറണമെങ്കിൽ കുടിച്ചോ. അപ്പൊ നമ്മൾ കടിച്ചമർത്തിയിട്ട് കയ്പൊക്കെ മറന്നിട്ടാണ് കുടിക്കാൻ നോക്കും. ഈ സാധനമാണ് അഖിലിയായ പ്രണയം. ഇതാണ് സത്യത്തിൽ നമുക്കിപ്പോ നബിനോടുള്ളത്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേസമയത്ത് സ്വഹാബത്തിനുണ്ടായ മഹബത്തോ അവരോട് ആരോടും ഇഷ്ക് മജ്ലിസ് സംഘടിപ്പിക്കേണ്ട കാര്യമല്ല. അവർക്ക് എപ്പോഴും റസൂലുള്ളാഹി കൂടെയുണ്ട്. ആ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം, ആ ഉള്ളതാണ് അവരുടെ വിജയം. ആ ഇല്ലാത്തതാണ് നമ്മുടെ കുഴപ്പം, ആ ഉള്ളതാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യം. അള്ളാഹു അതിലേക്ക് നമ്മളെ വഴി നടത്തുമാറാകട്ടെ. പൊന്നാര ഹബീബിങ്ങളെ, നമുക്കൊരു തത്വം പറയാം. ഖുർആനു ശരീഫിൽ ഒരായത്ത് പരിചയപ്പെടാം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഇന്നാ أرسلناك شاهدا ومبشرا ونذيرا. شاهدا أي على أعمال أمتي، أي على أعمال أمتي. ഇത് മനസ്സിരുത്തി കേൾക്കണം. ഈ പറയുന്ന ഞാനും നമ്മളെല്ലാവരും ഒരുമിച്ചൊന്ന് കേട്ടാളാ, ഒരുമിച്ചൊന്ന് കേട്ടോക്ക. ഐ ഷാഹിദൻ അല അഅ്മാലി ഉമ്മത്തി. ഹബീബ് ആരാന്നാ നമ്മൾ മനസ്സിലാക്കിയത്? നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും, നമ്മൾ ചെയ്യുന്ന ഓരോ കുരുത്തക്കേടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭൗതികമായ അവിടുത്തെ ശരീരം നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാണെങ്കിലും അവിടുന്ന് അള്ളാഹുവിന്റെ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ കർമ്മങ്ങൾ നോക്കി കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം കാണുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ മഹാകുരുത്തക്കേടുകൾ രാത്രിയുടെ യാമങ്ങളിൽ, അർദ്ധരാത്രിയിൽ, നട്ടപ്പാതിരാ നേരത്തും മറ്റും നമ്മൾ ഒറ്റക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന മഹാകുരുത്തക്കേടുകളില്ലേ, ആ കുരുത്തക്കേടുകൾ മുത്തു മുസ്തഫ ഖബറിൽ വെച്ച് കാണുന്നുണ്ട്. എന്റെ പൊന്നാര ഹബീബികളെ, ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയണം. നമ്മൾ വിവാഹത്തിന്റെ വേദിയിൽ മാത്രമല്ല, അതൊരു ഭാഗം. നമ്മുടെ സ്വകാര്യ ജീവിതം എത്രമാത്രം നമ്മൾ ആലോചിക്കുമ്പോൾ ബേജാറിലാകേണ്ടതാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ആയത്തിന്റെ വിശാല അർത്ഥം എത്രയാണ്. ഷാഹിദൻ ഐ ഷാഹിദൻ അല അഅ്മാലി ഉമ്മത്തി. മറ്റൊരായത്തിൽ പച്ചക്ക് പടച്ചവൻ പറഞ്ഞു, വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ അല്ലാഹ് കാണുന്നുണ്ട്, ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് കാണുന്നുണ്ട്, മശായിഖന്മാർ അല്ലെങ്കിൽ മഹാന്മാരായ ഔലിയാക്കൾ കാണുന്നുണ്ട്. മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകം അടിമകളായ ഔലിയാക്കൾ എന്നർത്ഥം, അരിഫികൾ എന്നർത്ഥം. അവരും കാണുന്നുണ്ട്. അപ്പൊ മമ്പ്രത്ത് തങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ. ഔസുലാദം തങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടാവും. റിഫായി ഷേഖ് തങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടാവും. അഹ്മദുൽ ബദവി തങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടാവും. ഇബ്രാഹിം അൽ ഖുറശി ദസൂഖി തങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടാവും. എന്തുകൊണ്ട്? അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് കാണുന്നുണ്ടോ? അമലക്കും, നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, നിങ്ങളുടെ ഹറാമായ നോട്ടങ്ങളും, നിങ്ങളുടെ നല്ല നോട്ടങ്ങളും, നിങ്ങളുടെ ഹറാമായ പ്രവൃത്തികൾ, നിങ്ങളുടെ ഹലാലായ പ്രവൃത്തികൾ, നിങ്ങൾ എന്തു ചെയ്താലും പടച്ചോൻ കാണുന്നുണ്ട്, പടച്ചോന്റെ റസൂൽ കാണുന്നുണ്ട്, സ്വാലിഹീങ്ങൾ കാണുന്നുണ്ട്. ഇത് ഖുർആനാണ്. അത് വെച്ച് നമുക്കൊന്ന് വ്യാഖ്യാനിച്ച് നോക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. ഫമാ റഅയ്തു മിൻഹു ഖൈറാ. എന്റെ
വഫാത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് നല്ലതാണ് കാണുന്നതെങ്കിൽ ദിക്റിന്റെ മജ്‌ലിസിൽ പോയിരിക്കുന്നത് ഞാൻ കണ്ടാൽ, നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നത് ഞാൻ അങ്ങ് കണ്ടാൽ, ഇത്തരം സ്വലാത്തിന്റെ മജ്‌ലിസുകളിലേക്ക് നിങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വരുന്നത് അള്ളാന്റെ റസൂല് മദീനത്തെ റൗളാ ഷരീഫിൽ വെച്ച് കണ്ടാൽ, അങ്ങനെയുള്ള ഒരുപാട് സൽക്കർമ്മത്തിന്റെ വേദികൾ ഉണ്ടല്ലോ, ആ വേദികളിലേക്ക് പോകുന്നതും അത് ചെയ്യുന്നതുമായി നിങ്ങളെ ഞാൻ കണ്ടാൽ അതിന്റെ പേരിൽ അല്ലാഹുവോട് അൽഹംദുലില്ലാ 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 അല്ലാഹ് മാഷാ അല്ലാഹ്. ആമിനാത്ത പോയത് വളരെ നന്നായല്ലോ, അൽഹംദുലില്ലാ. ആ ഖദീസത്തെ പോയത് വളരെ നന്നായല്ലോ, ആ റുഖിയാത്ത പോയത് നന്നായല്ലോ, ആ സൈനബാത്ത പോയത് നന്നായല്ലോ, ആ അബൂബക്കർ പോയത് നന്നായല്ലോ, ആ അബ്ദുള്ള പോയത് നന്നായല്ലോ, ആ ഉമർ പോയത് നന്നായല്ലോ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്ന് ഞാൻ എന്റെ ഖബറിൽ വെച്ചുകൊണ്ട് പറയുമെന്ന് മുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ ഹദീസല്ലേ, ഇത് നിഷേധിക്കാൻ പറ്റുമോ? നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും മുത്തു മുസ്തഫ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ആയത്തും ഹദീസും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇപ്പൊ കടത്തില്ല. എന്താ ആയത്ത്? ഫസയറല്ലാഹു, കണ്ടുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ മുളാരിയ ഫീൽ ഇസ്തിംറാർ പറഞ്ഞു, കണ്ടുകൊണ്ടേയിരിക്കും, കണ്ടുകൊണ്ടേ. ഇപ്പൊ നമ്മൾ ഈ സദസ്സിനെ മുത്തു മുസ്തഫ കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരെയും കാണുന്നുണ്ട്, വിശ്വസിച്ചോളി, ഓരോരുത്തരെയും കാണുന്നുണ്ട്. നമ്മളിതിങ്ങനെ ചെയ്യണം. മുത്തു മുസ്തഫാന്റെ അക്കൗണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഹബീബ് കാണുന്നുണ്ട്, അതന്നെയാണ് നമ്മുടെ വിശ്വാസം. ഖുർആനാണ്, കാണുന്നുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, ഐ ഷാഹിദൻ അലാ അമാലി ഉമ്മത്തി. ഉമ്മത്ത് ചെയ്യുന്ന എന്തും ഹബീബ് കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കി നിങ്ങൾ, അടുത്ത ആ ഹദീസിന്റെ വചനാണ് ശ്രദ്ധിക്കേണ്ടത്. ഫമാ റഅയ്തു മിൻ ശർരിൻ ഇസ്തഗ്ഫർതു ലക്കും. ഇനി നിങ്ങൾ മഹാകുരുത്തക്കേടുകളാണ് ചെയ്യുന്നതെങ്കിലോ, നിങ്ങൾ കള്ളു കുടിക്കാൻ വേണ്ടി പോവുകയാണ്, കഞ്ചാവ് അടിക്കാൻ വേണ്ടി പോവുകയാണ്, MDMA അടിക്കാൻ വേണ്ടി പോവുകയാണ്, മഹാകുരുത്തക്കേടുകൾ ഒപ്പിക്കാൻ വേണ്ടി പോവുകയാ, വ്യഭിചരിക്കാൻ വേണ്ടി പോവുകയാണ്, ഏതെങ്കിലും പെണ്ണിനെ വളക്കാൻ വേണ്ടി പോവുകയാണ്, ഏതെങ്കിലും ഒരാളെ കൊലപാതകം നടത്താൻ വേണ്ടി പോവുകയാണ്, അടിച്ചു കൊല്ലാൻ വേണ്ടി പോവുകയാണ്, വേറെന്തെങ്കിലും മഹാത്തെമ്മാടിത്തരത്തിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുകയാ, അതിലേക്ക് നിങ്ങൾ പോകുമ്പോ അതോരോന്നും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ കാണുമ്പോൾ എനിക്കത് സങ്കടമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ ആ തെറ്റിന്റെ പേരിൽ ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടെന്നും പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി തങ്ങൾ വേദനിക്കുന്നു. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പടച്ചോനെ ആ ജവാദിനെ ഇനി പുറത്തു കൊടുക്കണേ അല്ലാ, ആ മിദ്ലാജിന് പുറത്തു കൊടുക്കണേ. ചെങ്ങ എന്തൊരു കൊലപാതകത്തിന് ഒരുങ്ങിയിട്ടുണ്ട്, പടച്ചോനെ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പടച്ചോനെ മറ്റേ ചെങ്ങ വ്യഭിചരിക്കുകയാണ്, മറ്റേ കള്ളുടിക്കുകയാണ്, പടച്ചോനെ പുറത്തു കൊടുക്കണേ, എനിക്ക് വേദന ഉണ്ടാവും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിന് തേടുമെന്ന് പറയുന്ന ഒരു ബാപ്പ നമുക്കുണ്ടെങ്കിൽ അത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫയാണ്. ഒരുമ്മ നമുക്കുണ്ടെങ്കിൽ അത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫയാണ്. അൻതവും മുന്നം അബൂ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي. اللهم الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي. يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد عليه وسلم. തൗബയിലെ
ആ അവസാനത്തെ ആയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് ഓതാം. അതിൽ ഇതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വല്ലാത്തൊരു വാക്കുണ്ട്, നമുക്കതൊന്ന് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇൻഷാ അല്ലാഹ്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മൾ വിഷമിക്കുന്നത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രിയപ്പെട്ട ഹബീബിന് ഹരീസുൻ അലൈഹി മാ അനിത്തും, അതായത് നമ്മൾ ഇടങ്ങറാവുന്ന, നമ്മൾ പ്രയാസപ്പെടുന്ന നബിക്ക് കാണാൻ കഴിയൂല എന്നാണ്. അത് നബി കണ്ടു നിൽക്കൂല. അതുകൊണ്ടാണ് നേരത്തെ ഉസ്താദ് ഇവിടെ ഓതിയ ഹദീസിൽ എന്നെ നിങ്ങൾ സിറാത്തിന്റെ അവിടെ കാണുക, നിങ്ങൾ എന്നെ ഹൗദുൽ കൗസറിന്റെ അവിടെ പ്രതീക്ഷിക്കുക, അവിടെ കാണില്ലെങ്കിൽ സിറാത്തിന്റെ അവിടെ പോയാൽ ഞാൻ ഉണ്ടാവും എന്നൊക്കെ റസൂലുള്ള വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ഇടങ്ങാറാകണ ഒരു സ്ഥലത്തും ഹബീബ് നമ്മളെ രക്ഷപ്പെടുത്താൻ വരാതിരിക്കില്ല. അവരാണ് നമ്മുടെ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം നമ്മളൊരു തീരുമാനത്തിലെത്തുക. എന്താ തീരുമാനം? നമ്മൾ എന്ത് ചെയ്താലും നബി കാണുന്ന എല്ലാവരും ഉറപ്പിക്കാം. ഇത് ആയത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്ത നബിവൻ ഹയാത്തി ഖൈറുൽ ലക്കും, ഹദീസ് ഒന്ന് മനസ്സിലാക്കി. ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ പല സംഭവം ഉണ്ടാകുന്നെങ്കിൽ എന്നോട് വന്നിട്ട് നിങ്ങൾക്ക് പറയാലോ, ഞാനത് ഇടപെടുമല്ലോ. ഓക്കെ, ഇനി ഞാൻ മരിച്ചാലോ എന്റെ വഫാത്തോണ്ട് നിങ്ങൾ ഇടങ്ങാറാവണ്ട. ഞാൻ വഫാത്തായാലും അത് നിങ്ങൾക്ക് ഖൈറാന്ന് കരുതിക്കോളി. എന്തേ കാരണം? നിങ്ങൾ വല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഖൈറായി എനിക്ക് കാണാൻ പറ്റിയാൽ അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയും. നിങ്ങൾ വല്ല കാര്യങ്ങളും ചെയ്യുന്നു അത് ഷർറാണ് എന്നുണ്ടെങ്കിലോ നബിക്ക് അതിൽ വേദന ഉണ്ടാവും. ആ വേദനയോടൊപ്പം നബി തങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബി തങ്ങളെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മൾ ആരും ചെയ്യൂല എന്ന് തീരുമാനിക്കാൻ ഇന്നത്തെ ഈ 27ാം വാർഷികം എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ സ്വലാത്ത് വാർഷികത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയൊരു തീരുമാനം വേറെ ഇല്ല. ഇനി ഹബീബിനെ ഞാൻ വേദനിപ്പിക്കൂല ഇൻഷാ അല്ലാഹ്. ഹബീബിന് എപ്പോഴാണ് വേദന ഉണ്ടാവുക? നമ്മൾ കുരുത്തക്കേട് കാണിക്കുന്നത് നബിക്ക് വേദനയാണ്. പക്ഷെ നമ്മളെ നബി തങ്ങൾ ഇടങ്ങറാക്കല്ല ചെയ്യുന്നത്. ആ വേദനയോടെ നബി തങ്ങൾ നമുക്ക് പൊറുക്കലിനെ തേടുകയാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതാണ് നമ്മുടെ പരിശുദ്ധ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ അൽ കഹ്ഫ് ഓതണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഇന്ന് മഗ്രിബ് മുതൽ ഓതാം, നാളെ മഗ്രിബ് വരെ സമയമുണ്ട്. രാവിലെ ഓതിയാൽ ഒന്നുകൂടി നല്ലത്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. ഈ ആയത്തൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിലൂടെ അതിനെ ചിന്തിക്കണം. എന്താണ് ആയത്തിൽ പറയുന്നത്? അതിന് പച്ചയിൽ നമ്മൾ അർത്ഥം പറയുമ്പോൾ നമുക്കൊരു ബേജാറാണ്. അതായത് കാഫിരീങ്ങൾ, നമ്മുടെ സഹോദരങ്ങളില്ലേ ഇസ്ലാമില്ലേ, ഇസ്ലാമിനെ അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ അവർക്ക് തൗഫീഖ് ഇല്ലാതെ നിൽക്കണോലുണ്ടാവും. അങ്ങനെ വരാതെ നിൽക്കുന്നവരെ കാണുമ്പോൾ നബി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ശ്രദ്ധിക്കണേ ഒന്നുകൂടി. അതായത് ഇസ്ലാം എന്ന് പറയുന്ന വിശുദ്ധമായ മതത്തിന്റെ ബൗണ്ടറിയിൽ അവർ എത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ് നമ്മൾ മുസ്ലിങ്ങളാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു ഇസ്തിഖാമത്ത് നിലനിർത്തി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ സമയമാവുമ്പോൾ നമുക്ക് അല്ലാഹു തരട്ടെ. അല്ലാഹുമ്മ ആമീൻ. എന്നാൽ ഈ പരിശുദ്ധ മതത്തിന്റെ ബൗണ്ടറിയിലേക്ക് കടന്നു വരാൻ ഭാഗ്യമില്ലാതെ പോയ ആളുകളില്ലേ, ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അവർ കാലാകാലം നരകത്തിന്റെ തീക്കുണ്ഠാരത്തിലാണെന്നല്ലേ അവരെ കുറിച്ചോർത്തു റസൂലുള്ളാഹ് അവിടുന്ന് ജീവത്യാഗം ചെയ്യുമായിരുന്നു എന്ന് ഖുർആനാണ് പറയുന്നത്. ഫലാ തദ്ഹബ് നഫ്സുക അലൈഹി ഹസറാ. നബിയെ നിങ്ങൾ ആത്മാഹുതി ചെയ്തു പോകല്ലേ നബിയെ. ഈ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല, അള്ളാനെ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ആത്മാഹുതി ചെയ്തു പോകല്ലേ നബിയെ. ഇന്ന് ഇസ്ലാമിലേക്ക് വരാത്ത ആളുകളോടുള്ള നബിയുടെ മഹബത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്ന 2 ആയത്തുകളാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിലേക്ക്
ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം വരാൻ അല്ലാഹു തആല തൗഫീഖ് കൊടുത്തിട്ടില്ലാത്ത ആൾക്കാരില്ലേ, അവർ ഇസ്ലാമിന്റെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് നബിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിനെപ്പറ്റിയുള്ള 2 ആയത്താണ്. ഒന്ന് അൽ കഹ്ഫിൽ ആയത്ത്, നാളെ ഓതന ആയത്താണ്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല അസരിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫൻ. നിങ്ങൾക്ക് സങ്കടമായിട്ട് ഈ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ജീവത്യാഗം ചെയ്തു പോയേക്കും. നിങ്ങളെപ്പറ്റി അങ്ങനെയാണ് നമുക്കറിയാം. അള്ളാഹുവാണ് പറയുന്നത്. നിങ്ങൾ അത്രമാത്രം ഉമ്മത്തിനോട് സ്നേഹമുള്ള ആളാ. ഇരിക്കട്ടെ, ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ നബിന്റെ ഉമ്മത്താ അല്ലേ, അന്ത്യനാൾ വരെ. ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇസ്ലാമിൽ വന്നിട്ടില്ലാത്തവരെ കുറിച്ചാ പറഞ്ഞത്. എങ്കിൽ നമുക്കൊരു പ്രതീക്ഷയില്ലേ? നമ്മൾ വീട്ടിന്റെ ഉള്ളിലുള്ളോലല്ലേ, നമ്മളാ വീട്ടിന്റെ ഉള്ളിലുള്ളോലല്ലേ, ആ വീട്ടിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ പറ്റി നബി എത്രമേൽ കാര്യം ഏറ്റെടുക്കും. ഇൻഷാ അല്ലാഹ് ആ നബിയാണ് നമ്മുടെ നേതാവ്, സയ്യിദുനാ വഹബീബുനൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ വേദനിപ്പിക്കാതെ പോയാൽ ഇൻഷാ അല്ലാഹ് ഗ്യാരണ്ടീഡാണ് ആഖിറം നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അതുകൊണ്ട് നമ്മൾ വീട്ടുകാരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം നബി അത് കാണുന്നുണ്ട്. നമ്മൾ നട്ടപ്പാതിരാ നേരത്ത് തന്ത വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നതിനെ മടിച്ചിട്ട് നൈറ്റ് വൈബ് എന്ന് പറഞ്ഞ് പുറത്ത് കറങ്ങാൻ വേണ്ടി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട കൗമാരക്കാരായ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത് വല്ലാതെ കൂടിയിട്ടുണ്ട്. ചായപ്പീടിയന്റെ പേര് മാറിയിട്ടുണ്ട്. ടീ ടോക്ക്, ടീ ടോക്ക്, ഹഗ് എ മഗ്, ഹഗ് എ മഗ്. പിന്നെ പറയുന്ന ചായന്റെ പേരെന്താ? ഡ്രിങ്ക് ആൻഡ് ചാറ്റ്. ഈ പറഞ്ഞ 3 പേര് നോക്കിയാണ് നിങ്ങൾ. ഒന്ന് ഹഗ് എ മഗ്, ടീ ആൻഡ് ടോക്ക്. ചായ കുടിക്കുക, സംസാരിക്കുക, ചായ കുടിക്കുക, സംസാരിക്കുക. അതിനിടയ്ക്ക് ബ്രൗണി മറ്റൊക്കെ ഓർഡർ ചെയ്യാം. ലാസ്റ്റ് പോകുമ്പോൾ 450 റുപ്യ ബില്ല് ഒരു കട്ടൻ ചായക്ക്. അതിന്റെ കൂടെ ഒരു ബ്രൗണ് കേക്ക് തിന്നേന്, ഒരു ചെറിയ കേക്ക് തിന്നേന് 450 റുപ്യ ബില്ല്. കാരണം ചാറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. നല്ല നിലാവെളിച്ചം പോലെയുള്ള ചെറിയ ലൈറ്റ്. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല പൊന്ന, അങ്ങനെ കടകൾ ആരെ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ വേദനിപ്പിക്കൊന്നുമല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നട്ടപ്പാതിര എന്ന് പറഞ്ഞാൽ കറങ്ങാനുള്ളതല്ല, നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ കറങ്ങാനുള്ളതല്ല. അത് ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതിനു വേണ്ടി ബാപ്പ പൈസ മുടക്കിയിട്ട് നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അതും ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ നിയമം മറക്കരുത്. പരിശുദ്ധമായ ദീനിന്റെ ഈ ആശയങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. ഇതിന് ഓരോ വീട്ടുകാരും വേണം മനസ്സിലാക്കാൻ. നട്ടപ്പാതിരാ നേരത്ത് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്തിനാണ് ഈ 12 മണി ശേഷം കറങ്ങാൻ പോകുന്നത്, ഈ 2 മണിക്ക് ശേഷം കറങ്ങാൻ പോകുന്നത്? എന്റെ പൊന്നാര ഹബീബിങ്ങളെ, ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ പരിസരത്തേക്ക് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാസർഗോഡ് ജില്ലയിലേക്ക് ചിലർ പറഞ്ഞു, പെരുന്നാളിന്റെ ദിവസം പോലും, ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലേ, പെരുന്നാളിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാരെ പുരയിലും നന്നായി ഭക്ഷണം കഴിക്കാൻ, നമുക്ക് മൃഷ്ടാന്ന ഭോജനം നടത്താൻ നന്നായി നമ്മുടെ കയ്യിൽ ആഹാരമുള്ള ദിവസമാണ് ഈ പെരുന്നാളിന്റെ ദിവസം. അന്നും വേണോ ഈ അങ്ങാടിയിൽ ഈ അനാവശ്യ സമയത്തുള്ള കറക്കം? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ പറയിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഹെൽത്തിന് അങ്ങേറ്റം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന, ആരോഗ്യത്തിന് അങ്ങേറ്റം ഹാനികരമായ ഈ ഒരു ദുശ്ശീലം, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത്? അതും നമ്മുടെ പൈസ കൊടുത്തിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങാനാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നൈറ്റിനെ പറ്റി വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മഅശാ. പകൽ സമയം അധ്വാനിക്കാനുള്ളതോ, രാത്രിയായാൽ അശ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാനുള്ളതോ, കറങ്ങി നടക്കാനുള്ളതല്ല. ഇത് പാശ്ചാത്യന്റെ വ്യാഖ്യാനമാണ്. ഇത് വെസ്റ്റേൺ സിവിലൈസേഷന്റെ വ്യാഖ്യാനമാണ്. ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിങ്ങളെ, നമ്മൾ അതിൽ പെട്ടുപോകരുത്. നട്ടപ്പാതിരക്ക് കറങ്ങ. നമ്മുടെ കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചിലപ്പോൾ ഇതും പരിപാടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണ്ടോ? സമയം നോക്കുമ്പോൾ 2:30 മണി 3:30 മണി. എന്തുണ്ട് എന്റെ ആവശ്യം? എന്താവശ്യമുണ്ട്? ഇതാണോ ആചാരം?
ഇതൊക്കെ ഒരു ആഘോഷമായില്ലേ നമ്മുടെ ഇടയിൽ? ഈ നൈറ്റ് വൈബ് എന്തിന്റെ പേരിലാണ്? ഉറക്കം പോവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ശരീരത്തിന്റെ തലച്ചോറെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന CNS എന്ന് പറയുന്ന ശരീരത്തിന്റെ സകലമാന സംവിധാനങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ യൂണിറ്റ്, അതിനകത്ത് അല്ലാഹു തആല ചെയ്തു വെച്ചൊരു ഹോർമോൺ ഉണ്ട്, മെലാറ്റോണിൻ. ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഉറക്കം. നൈറ്റ് വൈബ് കറങ്ങി നടക്കണമെങ്കിൽ ഉറക്കം കിട്ടൂല, ഉറക്കം കിട്ടൂല. ഉറക്കം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇന്ന് സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂറോ സയൻസിൽ പ്രത്യേകമായി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മറ്റുമൊക്കെ PhD കഴിഞ്ഞു വന്നവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ തിക്കും തിരക്കുമാണ്. ഉറക്കം കിട്ടുന്നില്ല. സ്ലീപ്പ് ഡിസോർഡർ, ഉറക്കം ശരിയാവണില്ല. രോഗമുള്ളവരുണ്ടാവും, അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. രോഗം ഉണ്ടാക്കണോലുണ്ട്, അവിടെയാണ് നമ്മളെ വിഷയം. രോഗം ഉണ്ടാക്കണോലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അപ്പൊ നൈറ്റ് വൈബ് ആഘോഷമല്ല, ആചാരമല്ല. അത് നമുക്ക് അനാചാരമാണ്. അത് നമുക്ക് ചെയ്യണ്ട. നമ്മൾ സമയത്ത് കിടന്നുറങ്ങാം, എന്നാലല്ലേ സുബഹിക്ക് എണീക്കാൻ പറ്റുള്ളൂ, എന്നാലല്ലേ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ, എന്നാലല്ലേ നമുക്ക് പിറ്റേന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. എന്തിനാ ഈ വേണ്ടാത്ത പരിപാടി? മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഒരു 10-11 മണിയോടുകൂടി അതിന്റെ ഉൽപാദനം നിൽക്കുകയാണ്. രാത്രിയാണ് ഇത് വരുന്നത്, 12 മണി മാക്സിമം. ആ 12 മണിന്റെ ശേഷം ഈ സാധനം ഉൽപ്പാദിപ്പിക്കൂല, പിന്നെ ഉറക്കണ്ടാവില്ല. മെലാറ്റോണിൻ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചോ, ജെമിനിയോട് ചോദിക്കും, നിങ്ങൾ ChatGPTയോട് ചോദിക്കും മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തെ കുറിച്ച്. അത് ഉറക്കം നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ വർദ്ധിക്കുക, അത് ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അതിന്റെ അളവൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ ചില ആൾക്കാർ. ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. ഇൻഷാ അല്ലാഹ് ഒരു മാറ്റത്തിന് വിധേയമാവണം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞതുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇസ്ലാമിൽ കുഴപ്പമില്ല. ഇൽമു ഓതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക്, അവർക്കും സമയം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. അല്ലാത്തവർ നൈറ്റ് വൈബിന്റെ പേരിൽ കറങ്ങുന്നത് ശരിയല്ല എന്ന് പരിശുദ്ധ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ നേരത്തെ ഓതി വെച്ച ഹദീസിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന എന്റെ സംസ്കാരം നിങ്ങളുടെ ഹവയായി, നിങ്ങളുടെ സ്വേച്ഛയായി, നിങ്ങളുടെ സ്വന്തം ഇഷ്ടം പോലെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായി എന്റെ സംസ്കാരം മാറുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവൂല എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഉൾക്കൊള്ളണം. അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചത് നൈറ്റ് വൈബിന്റെ കാര്യം. ഇനി നമ്മൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മനസ്സിലാത്തല്ലേ? എല്ലാവരും ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ സമയം ഇൻഷാ അല്ലാഹ് അവസാനിക്കാറായി. ആണുങ്ങൾ ഒന്ന് എഴുന്നേറ്റാൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണം. പെണ്ണുങ്ങൾക്ക് എല്ലാവരും അവിടെ തന്നെ. എന്തിനാ വെച്ചാൽ ഗ്യാപ്പ് കണ്ടിട്ടാ. കുട്ടികളെ ഹലോ ഹായ് ഹലോ ഹായ് റെഡി അല്ലേ? മാഷാ അല്ലാഹ്. എന്തിനാ എണീക്കാൻ പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. കാരണന്മാർ പ്രായമുള്ളവരെ അവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല. ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആ മുന്നിലുള്ള കസേര കാലിയുള്ളത് ഒന്ന് ഫില്ല് ചെയ്തിരിക്കും. നമുക്ക് ദുആയിലേക്ക് കിടക്കാം. ഇൻഷാ അല്ലാഹ് നല്ല സദസ്സാണ്. 11:30 മണിക്ക് പിരിയണം എല്ലാവരും. ഒന്ന് അടുത്തിരുന്നാലും നിന്നാലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഒന്ന് ഇങ്ങോട്ട് അടുത്തേക്ക് വന്നാലും നിങ്ങളെ മുന്നിലുള്ള കസേര ഒന്ന് ഫുള്ളാക്കി ഇരുന്നാലും വളരെ നന്നാവും. വളരെ നല്ല ഭംഗിയുള്ള സദസ്സാവും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട എല്ലാവരും എന്നിട്ട് വരുന്നോളി. നിങ്ങൾ നിന്ന് കുഴങ്ങണ്ട, ഒന്ന് ഉഷാറായിക്കോളി. എല്ലാവരും കുറെ നേരമല്ലേ നമ്മൾ ഇരിക്കുന്നു. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇൻഷാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇന്നിൽ തയാറി ഹസ്വബ യൗമൻ ഇലാ അർളിൽ ഹറം ഇന്നിൽ തയാറി ഹസ്വബ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി ബല്ലിഗ് സലാമി بلغ سلامي رولة فيها النبي المحترم بلغ سلامي رولة فيها النبي المحترم
ഇത് പറയുമ്പോൾ കൂട്ടത്തിൽ തന്നെ പറയാം, വെക്കേഷൻ ടൈമാണ്. വെക്കേഷൻ ടൈമാണ്. ഈ വെക്കേഷൻ ടൈമിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒഴിവ് സമയം എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, രാത്രിയൊക്കെ കൃത്യമായും എന്തു ചെയ്യണം, ഏതു സമയത്ത് കിടന്നുറങ്ങണം എന്നൊക്കെ നിർണയിക്കപ്പെട്ട രാജ്യങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. ഇപ്പൊ ചൈനയില് രാത്രി 10 മണിക്കു ശേഷം രാവിലെ 6 മണിന്റെ ഉള്ളിൽ 18 വയസ്സിന്റെ ചോടെയുള്ള കുട്ടികൾ ഗെയിം കളിച്ചാൽ, മൊബൈൽ ഉപയോഗിച്ചാൽ അച്ഛൻ അഴി എണ്ണേണ്ടി വരും. അറിയോ ചൈനയില് അതെങ്ങനെ പിടിക്കുക? അതൊക്കെ പിടിക്കുന്ന രീതിയിൽ ചൈന ടെക്നോളജി വികസിപ്പിച്ചിട്ടുണ്ട്. ആരും ചെയ്യൂല. ചൈനക്കാർ ആ വിഷയത്തിൽ കൃത്യതയാണ്. 10 മണിക്ക് ശേഷം മുതൽ രാവിലെ 6 മണി വരെ 18 വയസ്സിന്റെ ചോടെയുള്ള കുട്ടികൾ ഫോൺ ഉപയോഗിക്കാത്ത രാജ്യം ചൈന. അതെങ്ങനെയാണ്? സോഷ്യൽ മീഡിയ നിരോധിക്കപ്പെട്ട രാജ്യമുണ്ട് ഓസ്ട്രേലിയ. പക്ഷെ നമ്മൾ അത് എങ്ങനെയെന്നൊക്കെ വിചാരിക്കും, അല്ലെ? അങ്ങനെയുള്ള വലിയ വിവാദങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഞാനിവിടെ ജർമ്മനി 2024 യൂറോ കപ്പ് നടക്കുമ്പോ സ്പാനിഷ് ഫുട്ബോളർ, കുട്ടികൾക്ക് അറിയും, ലെമിൻ യമാൽ. അറിയില്ല മക്കളെ? കേട്ടില്ലേ? ഓ, നല്ല പരിചയമാണ്. മാഷാ അല്ലാഹ്. റൈറ്റ്. എത്ര വയസ്സായി ഉണ്ടാവും മോനെ? ഔ, എന്തൊരു കൃത്യത! മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അങ്ങനെ എത്ര നിങ്ങൾ വല്ലാതെ ഫോളോ ചെയ്യണ്ടവനെ? അടിപൊളി. ഓക്കെ. 18 വയസ്സ്. ഇപ്പൊ 18 വയസ്സായി. 16 വയസ്സായിരുന്നു 2024. അന്ന് യൂറോ കപ്പ് നടക്കുമ്പോൾ 16 വയസ്സാണ്. 18 വയസ്സിന് ചോടയാണ് എന്നർത്ഥം. അപ്പോ കളിയുടെ 70ാമത്തെ മിനിറ്റിൽ, 90 മിനിറ്റ് കളിയാണ്, അതിന്റെ 70ാമത്തെ മിനിറ്റിൽ കാൽപന്ത് കൊണ്ട് മാസ്മരികമായ ഇടപെടലുകൾ കളിക്കളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലെമിൻ യമാൽ എന്ന സ്പാനിഷ് ഫുട്ബോളർ, ആ കുട്ടിയെ കോച്ച് പ്രത്യേകം അങ്ങ് ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ട് കളിക്കളത്തിൽ നിന്ന് കയറ്റുകയാണ്. അദ്ദേഹം പറഞ്ഞു, കയറണം. കാണികൾ ഒച്ചമ്പിളി ഉണ്ടാക്കി. ഇത്രയും നല്ല പയ്യനെ, ഈ ചങ്ങായിക്ക് എന്താ തലക്ക് വട്ടാണോ? ഇത്രയും നല്ല കളി കാഴ്ചവെക്കുന്ന ലെമിൻ യമാൽ എന്ന് പറഞ്ഞ സ്പാനിഷ് ഫുട്ബോളർ, ആ കുട്ടിനെ എന്തേ കോച്ച് പിടിച്ച് കയറ്റുന്നു? ആർക്കും ഒരു പിടുത്തം കിട്ടിയില്ല. എല്ലാരും വല്ലാതെ അസ്വസ്ഥരാവുകയാണ്. എന്താ അവിടെ സംഭവിച്ചെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. സ്പെയിനും അതുപോലെ തന്നെ അവിടെ അന്ന് കളി അവർ രണ്ടുപേരും തമ്മിലാണ്. അപ്പൊ ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. സ്പാനിഷ് ഫുട്ബോളറായ ലെമിൻ യമാലിനെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് വിവരമറിയുന്നത്. പിറ്റേന്ന് അതിന്റെ വിശദീകരണം വന്നു. അത് മറ്റൊരു കാരണം അതിന്റെ പിറകിലില്ല. ഒരൊറ്റ കാരണമേ ഉള്ളൂ. ജർമ്മനിയിൽ രാത്രി 10 മണിക്കു ശേഷം 18 വയസ്സിന്റെ ചോടയുള്ള കുട്ടികള് തൊഴിൽപരമായ ആവശ്യത്തിനും വേണ്ടി അവർ അവരുടെ സമയം കളിക്കളത്തിലോ അതായത് വീടിന്റെ പുറത്തോ ഉപയോഗിക്കാൻ പാടില്ല. അഥവാ അങ്ങനെ ഉപയോഗിച്ചാൽ ഇന്ത്യയുടെ 27 ലക്ഷം രൂപ ആ കുടുംബം ഫൈൻ കെട്ടേണ്ടി വരും. എങ്ങനെയുണ്ട്? രാത്രി 12 മണിക്ക് ശേഷം. അപ്പൊ രാത്രി 12 മണി എന്ന് പറയുമ്പോൾ 10 മണി എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടീനെ അവർ കയറ്റുമ്പോൾ ഒരു സമയമുണ്ട് അവിടെ. പക്ഷെ 1 മണിക്കൂറൊക്കെ ഇനി കുളിക്കാനൊക്കെ വേണ്ടി വരും. ഓനൊന്ന് വീട്ടിലൊക്കെ ഒന്ന് ഫ്രഷ് ആവണ്ടേ. അപ്പൊ ഏതായാലും ആ സമയം കൂടി കണ്ടിട്ടാണ് കോച്ച് പിടിച്ച് കയറ്റുന്നത്. നമ്മുടെ വിഷയം, ഇങ്ങനെയൊക്കെ നിയമമുള്ള രാജ്യങ്ങളുണ്ട്. നമ്മൾ വലിയ പുരോഗതിയുള്ള ആളുകളാണ്, പുരോഗമനം വാദിക്കുന്ന ആളുകളാണ്. നമ്മുടെ കുട്ടികൾ എവിടെയെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. 18 വയസ്സുള്ള മോള് ബൈക്ക് എടുത്ത് പോയേക്കാം. എവിടെ കറങ്ങുന്നത്? കാസർഗോഡ് അങ്ങാടിയിലുണ്ട്, കാഞ്ഞങ്ങാട്ട് അങ്ങാടിയിലുണ്ട്, അപ്പുറത്തുണ്ട്. നമുക്കൊരു പ്രശ്നമില്ല.
അല്ലെ നമുക്ക് നിയന്ത്രണം. ഞാൻ ചോദിക്കുന്നത് ഇത് എന്തിന്റെ തകരാറാണ്? ഇതൊക്കെ അനാചാരങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, അതാ രാത്രി ചെയ്യേണ്ടത് രാത്രി ചെയ്യുക, പകൽ ചെയ്യേണ്ടത് പകൽ ചെയ്യുക. ഓരോന്നിനോരോ ടൈമില്ലേ, വളരെ പങ്ക്ച്വൽ ആവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടിയുടെ വൈൻഡപ്പിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തുവോ അത് തന്നെയാകണം നമുക്കും ഇൻഷാ അല്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഉള്ള യാത്രയിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ചിന്ത. അപ്പൊ ഇന്ന് അന്നദാനം കൂടി ഉണ്ടല്ലേ, ഇൻഷാ അല്ലാഹ് അതൊക്കെ വാങ്ങി നല്ല റാഹത്തിൽ സന്തോഷത്തിൽ നമുക്ക് പിരിയണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കരുത്. നമ്മൾ എന്തു തന്നെ ചെയ്താലും മുത്ത് മുസ്തഫ അത് കാണുന്നുണ്ടെന്നാ പറഞ്ഞു വെച്ചത്. ഷാഹിദൻ അലാ അമാലി ഉമ്മത്തി, ഹബീബിന്റെ ഉമ്മത്തിനെ ഹബീബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു നോട്ടം നമ്മളിലേക്ക് എപ്പോഴും പതിക്കുന്നുണ്ടെന്ന് വന്നാൽ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രദ്ധയോടെ ജീവിക്കാമല്ലോ. നമുക്കെല്ലാവർക്കും ഇന്നു മുതൽ നമ്മൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേടിന് ഒരുങ്ങുകയാണ്. അല്ലാഹ് പരിശുദ്ധ ഹബീബ് കാണുമല്ലോ, ഹബീബായ റസൂലുള്ളാഹി നമ്മളെ കാണുമല്ലോ. അതിന്റെ ഇടയ്ക്കൊന്ന് ഓർമ്മിച്ചു പോവുകയാണ്, മുത്ത് മുസ്തഫാക്ക് നമ്മളോടുള്ള ഇഷ്ടം, നമ്മുടെ അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഇഷ്ടം. നമ്മുടെ ഇസ്ലാമിനൊക്കെ കുട്ടികൾ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പലപ്പോഴും ഇസ്ലാമിന്റെ ഭംഗി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, അത് ദൂരീകരിച്ചു കൊടുക്കണം. അത് നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പൊന്നു മക്കളാണ്, അവർക്ക് തെറ്റിദ്ധരിച്ചു പോയതാവും. ഞാൻ പറയട്ടെ, അള്ളാഹ്ക്ക് നമ്മളോട് എന്തൊരു സ്നേഹാന്നറിയോ നിങ്ങൾ? നമ്മുടെ പടച്ചോനെ വല്ലാത്ത സ്നേഹാണെന്ന്. അള്ളാഹ്ക്ക് നമ്മളോട് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന് നമ്മോട് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ യാത്രയിൽ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി. എല്ലാവരും മൗലായ സ്വല്ലി വസാ ലിംദായിമൻ അബദാ. ആണുങ്ങൾ ഓർക്കെ, അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, ആ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എല്ലാ കാര്യത്തിലും. അപ്പൊ റസൂലുള്ളാഹി ഒരിക്കൽ മിറാജിന് പോയപ്പോ, ആ മിറാജിന് പോയ സമയത്ത് പരിശുദ്ധ നബിയും അല്ലാഹു തആലയും തമ്മിൽ സംഭാഷണം നടക്കുകയാണ്. ആ സംഭാഷണത്തിന്റെ ഇടയിൽ അള്ളാഹിനോട് റിക്വസ്റ്റ് എന്താണെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽ, അതൊന്ന് അടിവരയിട്ട് മനസ്സിലൊന്ന് കൊള്ളിക്കണേ ഞാൻ ഈ പറയുന്നത്, ഈ റിക്വസ്റ്റ്. അല്ലാഹുമ്മ ജഅൽ ഹിസാബ ഉമ്മത്തി അലയ്യ ലിഅല്ലാ യത്വലി അലാ മസാവിഹിം ഗൈരി. വല്ലാത്ത വാക്കാണ് മസാവി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുരുത്തക്കേടുകൾ, കള്ള്, വ്യഭിചാരം, പലിശ, കൊലപാതകം, ഗീബത്ത്, നമീമത്ത്, പ്രദൂഷണങ്ങള്, കുത്തുവാക്കുകള്, കളിയാക്കലുകള്, എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളെല്ലാം അത് വല്ലാത്ത മസാവികളാണ്, മോശപ്പെട്ട കാര്യങ്ങളാ. അള്ളാന്റെ മുമ്പിലെത്തി മഹ്ശറിൽ നമ്മളെ എത്തുമ്പോ അള്ളാഹിനോട് വിചാരണ നടത്തുന്ന ഘട്ടത്തില് അള്ളാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോ ഈ തെറ്റുകുറ്റങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ വല്ലാത്തൊരു ലജ്ജയല്ലേ, വല്ലാത്തൊരു നാണക്കേടല്ലേ, വല്ലാത്തൊരു മാനക്കേടല്ലേ. ആ മാനക്കേട് അല്ലാഹ് എന്റെ ഉമ്മത്തീങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹിസാബ് ചെയ്യുന്ന ചുമതല അല്ലാഹ് നീ എനിക്കൊന്ന് ഏൽപ്പിച്ചു തരുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവാണ് ഇന്നത്തെ സ്വലാത്ത് വാർഷികത്തിന്റെ താരം സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ചിലപ്പോ അമ്മമാര് പറയില്ലേ, എന്റെ കുട്ടിന്റെ കാര്യം ഞാൻ നോക്കാം, എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പഠിച്ചോനെ.
എന്ന് പറഞ്ഞാൽ എന്ത് രസമുണ്ടാവും. എന്നാ ഓനെ നരകത്തൊക്കെ ഒന്ന് ആക്കാണ്ട് രക്ഷപ്പെടുത്താൻ ഈ ഉമ്മാക്ക് കഴിയൂ, ആ ഉപ്പാക്ക്. അങ്ങനെ നബി അള്ളാഹിനോട് പറയാ, എന്റെ ഉമ്മത്തീങ്ങളെ മുഴുവൻ ഹിസാബ് നടത്താനുള്ള ചുമതല, അതിന്റെ റെസ്പോൺസിബിലിറ്റി നീ എന്നെ ഏൽപ്പിക്കോ. എന്റെ ഉമ്മത്തിന്റെ കാര്യോ അത് ഞാൻ നോക്കിക്കോളാം. എന്നാല് ഓല് ചെയ്ത തെറ്റൊന്നും നീ കാണൂലല്ലോ, നീ അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഓൽക്ക് ഇടങ്ങാറാവൂലേ ഈ ഇങ്ങനെ കണ്ടാല്? അത് ഞാൻ കണ്ടോളാം പഠിച്ചോനെ, എന്നെ ഏൽപ്പിച്ചാളാ. അപ്പൊ അള്ളാഹിന്റെ അതുക്കും മുകളിൽ അള്ളാന്റെ വർത്താനം. അപ്പൊ രസം എന്താന്ന് പറഞ്ഞാൽ അള്ളയും റസൂലും രണ്ടാളും കൂടി നമ്മളെ രക്ഷപ്പെടുത്താനാണ് മത്സരിക്കുന്നത്. അങ്ങനത്തെ ഒരു അള്ളയും അങ്ങനത്തെ റസൂലാണ് നമുക്കുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നരകം പടച്ചു വെച്ച് നമ്മളങ്ങോട്ട് കാണാൻ കാത്തുക്കണം, അപ്പോഴേക്ക് ഫ്രൈ ആക്കാൻ, അങ്ങനത്തെ ഒരു പടച്ചോനല്ല നമ്മുടെ പടച്ചോനാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ മനസ്സിലാക്കണം, തെറ്റുകുറ്റങ്ങളിൽ അഭിരമിച്ചു പോയവർ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന റബ്ബല്ല, അല്ല അല്ല. ഖുർആൻ പറഞ്ഞു. എവിടെ പറഞ്ഞു? ആയത്ത് ശരിക്കും മനസ്സിനുള്ളിൽ കണ്ട് കയറ്റി വെച്ചോളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, എനിക്ക് നിങ്ങളെ ശിക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാ? യാ അല്ലാഹ്, അല്ലാഹു ചോദിക്കുക, എനിക്ക് നിങ്ങളെ ശിക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാ? എനിക്ക് നിങ്ങളെ അദാബിലാക്കിയിട്ട് എന്ത് നേടാനാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളെ അദാബിലാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന റബ്ബല്ല എന്ന് അള്ളാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ. അവരാണ്, ആ അള്ളയാണ് നമ്മളെ പടച്ചോൻ. അള്ളാഹു നമ്മൾക്ക് ഖബൂൽ ചെയ്യട്ടെ, നമ്മൾ ഏറ്റെടുക്കട്ടെ പടച്ചോൻ, ഏറ്റെടുക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഇത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, പടച്ചോൻ അത് പൊറുക്കാൻ റെഡിയാന്നാ പറഞ്ഞത്. അതിനു വേണ്ടി മത്സരിക്കുകയാണ്. അപ്പൊ നബി പറഞ്ഞെന്താ, നമ്മൾ ചെയ്ത തെറ്റ് പടച്ചോൻ കാണാതെക്കാൻ വേണ്ടിയിട്ട്. പടച്ചോൻ കാണാക്കാരനെ മനസ്സിലായി, പടച്ചോൻ കാണാത്തവനല്ല. പക്ഷെ അത് പടച്ചോന് മുമ്പിൽ പറയുമ്പോൾ നമുക്കൊരു വഷളത്തരം ഉണ്ടാവൂലേ, അതില്ലാതെക്കാൻ വേണ്ടി ആ കാര്യം ഞാനും ഏറ്റോളാം ഇന്ന് നബി അള്ളഹാനോട് ഏൽക്കുകയാണ്. അപ്പൊ അള്ള പറയട്ടോ, നബിയെ, മുഹമ്മദ് നബി, നിങ്ങൾ അവരുടെ റസൂലാവാം, പക്ഷേ ഒപ്പം തന്നെ ഞാൻ ഓലെ റബ്ബും കൂടിയല്ലേ. നിങ്ങൾക്ക് ഓലോടുള്ള സ്നേഹം റസൂൽ നിലനിൽക്കല്ല സ്നേഹ. എന്നാ എനിക്ക് ഞാൻ പടച്ച അടിമകളല്ലേ ഈറ്റങ്ങൾ, ഞാനല്ലേ ഇവരെ പടച്ചത്, ഞാനല്ലേ ഇവരെ പടച്ചത്. അപ്പൊ പടച്ച എനിക്ക് നിങ്ങളെക്കാളും കാരുണ്യം കാണിക്കാനുള്ള ഭാഗ്യ, അതിന്റെ ഒരു അവകാശം എനിക്കില്ലേ? അല്ലെങ്കിൽ ഞാൻ അത് കാണിക്കേണ്ട ആളല്ലേ? അതുകൊണ്ട് നബിയെ, നിങ്ങൾ കാണിക്കണേക്കാൾ അപ്പുറം കാരുണ്യം നിങ്ങളെ ഉമ്മത്തിനോട് ഞാൻ കാണിക്കും. അന അർഹമു ബിഹിം യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, അന അർഹമു ബിഹിം മിൻക യാ മുഹമ്മദ്, ഹബീബേ, നിങ്ങളെക്കാൾ അതുക്കും മുകളിലായി ഞാൻ നിങ്ങളുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ മഹ്ശറിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ അള്ളയാണ് നമ്മുടെ കൂടെയുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. മനസ്സറിഞ്ഞു പറഞ്ഞു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു പടച്ചോൻ നമ്മളെ രക്ഷപ്പെടുത്താനും നടക്കുക, അങ്ങനെ ഒരു നബി നമ്മളെ രക്ഷപ്പെടുത്താനും നടക്കുക. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണത്? നമുക്ക് ഇറങ്ങല്ലേ, ഇന്നങ്ങ് ഇറങ്ങാം. ഒന്ന് സ്വലാത്തല്ലേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ ഹബീബായ നബി തങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റബ്ബ് കാണുന്ന പോലെ ഹബീബായ നബി തങ്ങളും കാണുന്നുണ്ട്. ആ കാണുന്ന സമയത്ത് ഹബീബിന് വേദനിക്കാത്ത വിധം ജീവിക്കാൻ നമ്മൾ ഇന്ന് തീരുമാനമെടുക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരു ചരിത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സദസ്സിന്റെ ഏറ്റവും അവസാന ഭാഗം എന്ന നിലയിൽ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ 16 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ, 16 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ 16 വയസ്സ് മാത്രമേ ഉള്ളൂ. തിരുനബിയുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും, അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകും. സ്വലാത്ത് ആരും വിടരുത്, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. അതിങ്ങനെ അനവരതം തുടരട്ടെ. ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഹബീബായ നബി തങ്ങൾ ജീവന്റെ ജീവനാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ കരളിന്റെ കഷ്ണമാണ്, വികാരമാണ്. പരിശുദ്ധനായ റസൂലുള്ളാഹി വല്ലാത്ത ജീവന്റെ ജീവനാണ്. പ്രിയപ്പെട്ട സഹാബി അബ്ദുറഹ്മാൻ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ഒരു ദിവസം മുസ്തഫായ നബി തങ്ങൾ, ഹബീബായ നബി തങ്ങൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മദീനയിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു. ടൗണിലേക്ക് പോയിട്ട് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ. ആ
ആ സാധനം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടതാ ടൗണിലേക്ക് പോവുകയാണ്. മദീനത്തെ ആ അങ്ങാടിയിലേക്ക് പ്രിയപ്പെട്ട സ്വഹാബി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ തങ്ങൾ പോവുകയാണ്. അങ്ങനെ മദീനയുടെ ആ അങ്ങാടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ മുമ്പിൽ അതാ പ്രത്യക്ഷപ്പെടുന്നു അല്ലാഹ് അല്ലാഹ് ഫറആ ഇംറഅതൻ തഗ്തസിൽ വഅതാല അൻ-നദറ ഇലൈഹാ. ഒരു പെണ്ണ് കുളിക്കുന്ന കാഴ്ച ഇങ്ങനെ കാണുകയുണ്ടായി. 16 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 16 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലും വികാരം മൊട്ടിടുന്ന സമയമല്ലേ കൗമാരോ, വികാരം മൊട്ടിടുന്ന സമയമല്ലേ കൗമാരോ. ആ സമയത്ത് ആണിന് പെണ്ണിലേക്കും പെണ്ണിന് ആണിലേക്കും ഒക്കെ നോക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്ന സമയമാകയാൽ ആ സ്വഹാബിയും ഒന്ന് അറിയാതെ അങ്ങ് നോക്കിപ്പോയി. കുളിക്കുന്ന പെണ്ണിന്റെ ശരീരം കാണുകയാ. എന്നും ചിലതിൽ കാണാം. ഹദീസിന്റെ റിവായത്തിൽ കുറച്ചൊന്ന് അധികം നോക്കിപ്പോയി. കാരണം നല്ല ഭംഗിയുള്ള ശരീരം ഇങ്ങനെ കണ്ടപ്പോ ഒന്നങ്ങോട്ട് നോക്കിപ്പോയി. പ്രിയപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ സഹാബി പെണ്ണിന്റെ ശരീരത്തിലേക്ക് കുറച്ചു നേരം അങ്ങ് നോക്കിപ്പോയി. പിന്നെ മനസ്സിൽ വല്ലാത്ത സങ്കടമായി, ആദിയായി, വ്യാധിയായി, മനസ്സിൽ വല്ലാത്ത ബേജാറായി, പ്രയാസമായി. സുബ്ഹാന ജല്ല വഅലാ, ഞാൻ ഈ ചെയ്ത കുരുത്തക്കേടു കാരണമായി അല്ലാഹുവിന്റെ റസൂലിന് വഹി നിലച്ചു പോകുമോ, റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി എങ്ങാനും കട്ടായി പോകുമോ എന്ന ബേജാർ പ്രിയപ്പെട്ട സ്വഹാബിയായ സഅലബന്റെ മനസ്സിൽ ഉദിക്കുകയാണ്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ലതും തോന്നാറുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് അന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ അതിന് മാത്രമൊക്കെ മറയൊക്കെ ഉണ്ടാകും, അതിന് മാത്രമൊക്കെയുള്ള രീതിയിൽ അവർ കുളിക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ആ കുളിമുറിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരസ്യമായ സംവിധാനങ്ങളെയൊക്കെ അതിനേക്കാളും ഭേദമായി വളരെ സുന്ദരമായി ആവോളം ഇഷ്ടത്തോടുകൂടി സമയത്തോടുകൂടി കാണാൻ പറ്റുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ നീണ്ട സംവിധാനങ്ങളുടെ നിരകൾ തന്നെ അവനവന്റെ ഫോണുകളിൽ, അവനവന്റെ സ്മാർട്ട് ഫോണുകളിൽ, അവനവന്റെ ടാബ്ലറ്റുകളിൽ, അവനവന്റെ മീഡിയകളിൽ നിലനിൽക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഹദീസിന്റെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കണോ. 16 വയസ്സുള്ള സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വേള ആ സഹാബി പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഒരല്പനേരം നോക്കിപ്പോയതിനെ പറ്റിയാണ് സങ്കടപ്പെടുന്നത്. വല്ലാതെ മനസ്സിൽ ആധിയായി വിഷമത്തോടുകൂടി ആ സഹാബി റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഓട്ടമാണ്. വിശുദ്ധ മദീനയുടെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ കാണുന്ന ഒരു വലിയ മലയുണ്ട്, മദീനയുടെ ബൗണ്ടറിയിൽ കാണുന്ന ഒരു മലയുണ്ട്. ആ മലയിലേക്ക് ഓടിക്കേറി. ജിബാലും മിൻ ജിബാലിൽ മദീന, മദീനയുടെ ഒരു മല. ആ മലയിലേക്ക് ഒരൊറ്റ കയറ്റം. എന്നിട്ട് തന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമായി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. 40 ദിവസമാണ് ആ മലയുടെ ഒരു പൊത്തിൽ കഴിയുന്നത്. 40 ദിവസം മലന്റെ പൊത്തിൽ കഴിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് വിട്ടതാ. ആളെ കാണാനില്ല. നബിക്ക് വല്ലാത്ത വിഷമം. ഐന സഅലബ, എവിടെയാണ് സഅലബ? കാണുന്നില്ലല്ലോ അവനെ. എവിടെ പോയി? ഞങ്ങൾക്കറിയില്ല നബിയെ, കാണാനില്ല. നിങ്ങളൊന്ന് നോക്കി. ഓനെ ഞാൻ ഒരു സാധനം പറഞ്ഞേക്കാൻ വേണ്ടി വിട്ടതല്ലേ, ഓൻ എവിടെ? 40 ദിവസമായി, 1 മാസവും 10 ദിവസം, 1 മാസവും 10 ദിവസം ആളെ കാണാനില്ല. അന്നേരം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സയ്യിദുനാ ജിബ്രീൽ വഹിയുമായി വരികയാ. യാ മുഹമ്മദു, യാ മുഹമ്മദു, ഇന്ന റബ്ബക യുക്രിഉക സലാം, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് സലാമു അലൈക്കും എന്ന് സലാം പറയുന്നുണ്ട് നബിയേ. മാത്രമല്ല വയഖൂലു ലക്, അങ്ങയോടൊരു കാര്യം കൂടി പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന റജുലൻ മിൻ ഉമ്മതിക ബൈന ഹുഫ്റത്തിൻ ഫിൽ ജിബാൽ മുതഅവ്വിദുൻ ബി, ഈ മലകളുടെ ഇടയിൽ, മദീനയിലെ ഈ കാണുന്ന മലയില്ലേ നബിയേ, ആ മലന്റെ ഇടയിൽ ഒരു പൊത്ത്, ഹുഫ്റത്ത് പൊത്ത്, മാളം. ആ മാളത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. ആ
അള്ളാഹിനോട് കാവൽ തേടി കഴിയുന്ന ഒരു മനുഷ്യനുണ്ട് അവിടെ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിയോട് സയ്യിദുനാ ജിബ്രീൽ വഹിയുമായി വന്ന് അറിയിക്കുമ്പോഴാണ് റസൂലുള്ളാഹിക്ക് സമാധാനമായി. അത് പ്രിയപ്പെട്ട സാലബയാവാം, ഹബീബായ നബി തങ്ങൾ മനസ്സിൽ കരുതി സാലബ തന്നെയാകും അത്. ഉടനെ തന്നെ പറഞ്ഞു, യാ അലി യാ അലി യാ സൽമാൻ യാ ഉമർ യാ സൽമാൻ. സൽമാനെ, ഉമറേ, വരൂ. രണ്ടുപേരും പ്രധാനികളാണ്. അള്ളാന്റെ റസൂൽ ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉമർ യാ സൽമാൻ, നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കൂ. എന്നിട്ട് രണ്ടുപേരുടെ റസൂൽ പറഞ്ഞു, ഇൻതലിഖാ ഫഅതിയാനി ബിസഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് വേഗം പോയിട്ട് സാലബയെ കൂട്ടിക്കൊണ്ടുവരൂ. ആ മലന്റെ ഇടയിൽ എവിടെയോ ഒരു പൊത്തിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ സാലബ കിടക്കുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ചിട്ട് കാണാത്ത, നമ്മൾ പരതിയിട്ട് കിട്ടാത്ത, നമ്മൾ ഇവിടെ തന്നെ നോക്കിയിട്ടും കാണാത്ത സാലബ അതിന്റെ ഉള്ളിലുണ്ടെന്ന് സയ്യിദുനാ ജിബ്രീൽ പറഞ്ഞിട്ടുണ്ട്. വേഗം പോയി തപ്പി കൊണ്ടുവരൂ എന്റെ അരികിലേക്ക്. അവരവിടെ ചെന്നു. ആരാ ചെല്ലുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെ രണ്ടുപേരും അവിടെ ചെന്നു. രണ്ടുപേരും അവിടെ ചെന്നിട്ട് അവിടെ മൊത്തം ഇങ്ങനെ പരിധി നോക്കുകയാണ്. അപ്പൊ കാണുന്നത് ആട്ടിടയൻ, അവിടെ ഇങ്ങനെ ആടുമേച്ച് നടക്കുന്ന ആട്ടിടയനെ അല്ലാണ്ട് വേറെ ആരെയും കാണുന്നില്ല. സുഫാഫ എന്ന് പറഞ്ഞ ആട്ടിടയനെ കണ്ടു. സുഫാഫയോട് ചെയ്യാ സുഫാഫ, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നിങ്ങൾക്ക് സൈലബ എന്ന് പറയുന്ന ആളെ വല്ല പരിചയമുണ്ടോ? സുഫാഫ എന്ന് പറയുന്ന ആ വ്യക്തിയോട്, ആട്ടിടയനോട് സയ്യിദുനാ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ഹല്ലക ഇൽമുൻ ബിശാബിൻ ബൈന ഹാദിൽ ജിബാൽ, ഈ മലന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, സൈലബ എന്നാണ് പേര്, വല്ല പരിചയമുണ്ടോ? വല്ല പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ ആട്ടിടയൻ സയ്യിദുനാ ഉമർ തങ്ങളോട് തിരിച്ചൊരു ഡയലോഗ്, ഹൽ തുരീദു അൽ ഹാരിബ മിൻ ജഹന്നം, നരകത്തിൽ നിന്നും പേടിച്ചോടിയ ആ ചെറുപ്പക്കാരനെയാണോ നിങ്ങൾ തിരക്കുന്നത്? നരകത്തിൽ നിന്നും പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ ചെറുപ്പക്കാരനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും അതിനു വേണ്ടി വന്നതാണോ? അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല, അദ്ദേഹം നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതെന്ത് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ പറഞ്ഞു, എല്ലാ രാത്രിയിലും 40ഓളം ദിവസമായി ഞങ്ങൾ ഇവിടെ കാണുന്നു അവനെ. ആ പൊത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇറങ്ങി വരും. അർദ്ധരാത്രി സമയമാണ് ഇറങ്ങി വരിക. എല്ലാരും ഉറങ്ങിക്കിടക്കുന്ന ആ നിശീഥിനിയുടെ രാത്രിയുടെ യാമങ്ങളിൽ, ആരോരുമില്ലാത്ത കൂരിരുട്ടുള്ള രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങി എന്ന് ഉറപ്പായാൽ ഈ പൊത്തിൽ നിന്ന് അയാൾ എണീറ്റ് വരും. എന്നിട്ട് നട്ടപ്പാതിരാ നേരത്തെ റബ്ബിനോട് ദുആ ചെയ്യുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് പറയാറ്? യാ ലൈത ഖബൽത റൂഹി ഫിൽ അർവാഹ് വജസദി ഫിൽ അജ്സാദ് വലം തുജദ്ദിദുനി ലിഫസ്ലിൽ ഖളാ. പടച്ചോനെ, എന്റെ റൂഹിനെ വേഗം പിടിക്ക് റബ്ബേ, എൻ്റെ റൂഹിനെ വേഗം പിടിക്ക് റബ്ബേ, എൻ്റെ ശരീരം എത്രയും പെട്ടെന്ന് ദുനിയാവെന്ന് ആഖിറത്തിലേക്ക് എത്തിക്ക് റബ്ബേ, എന്നെ മരിപ്പിക്ക് റബ്ബേ, എന്നിട്ട് പുനർജനിപ്പിക്കാതെ എന്നെ അങ്ങ് രക്ഷപ്പെടുത്ത് റബ്ബേ. നാളത്തെ വിചാരണ നേരിടാൻ എന്നെ കൊണ്ട് കഴിയൂല. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണം. അന്ന് റസൂലുള്ളാഹ് 40 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി മദീനത്തെ ടൗണിലേക്ക് പറഞ്ഞയച്ച നേരത്ത് അവിടെ എങ്ങാനും കുളിക്കുന്ന ഒരു പെണ്ണിന്റെ ആ കുളിക്കണ രംഗം കണ്ടേന്റെ പേരിലാണ് ഈ 16കാരൻ ഇത്രമേൽ സങ്കടപ്പെടുന്നത്, ഇത്രമേൽ വേദനിക്കുന്നത്. സുബ്ഹാന ജല്ല വഅല. ഇത്രമേൽ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് പറയുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, അവനെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അയാളെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ മലന്റെ ഇടുക്കിൽ അവിടെ ഒരു പൊത്തുണ്ട്, ആ പൊത്തിന്റെ ഉള്ളിൽ അയാൾ ഉണ്ടാകും, പോയി നോക്കിക്കോളൂ. ഉമർ തങ്ങൾ പോയി നോക്കുമ്പോ ആ മലന്റെ പൊത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയാണ്.
ശരീരമൊക്കെ ശുഷ്കിച്ച് ക്ഷീണിച്ച് ആകെ 40 ദിവസമായില്ലേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വല്ലാത്ത പരുവത്തിലാണ്. കണ്ടപാട് ഉമർത്തങ്ങളെ കണ്ടപാട് ഉമർത്തങ്ങൾ പറഞ്ഞു, നിങ്ങളെ റസൂലുള്ളാഹി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഹബീബ് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ നോക്കണേ, ഇതേതാണ് അവസ്ഥയെന്ന്. ഹബീബ് നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പ്രിയപ്പെട്ട ഉമറേ, ഒരു കാര്യം ഞാൻ അങ്ങ് ചോദിച്ചോട്ടെ, ഹൽ അലിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദംബി. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മൾ അനാചാരങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റുമ്പോൾ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു തെറ്റല്ല എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. കല്യാണ രാത്രികളിൽ അത് മഞ്ഞ കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, ചുവപ്പ് കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, പാകിസ്ഥാനി കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, ഒന്നിനും വകയില്ലാത്തവൻ. ഞാൻ പറയുന്നത് ഒരുപക്ഷെ നാട്ടുകാർ പിരിവെടുത്തുകൊണ്ട് നടത്തുന്ന കല്യാണവും ആ കല്യാണത്തിനും അതിനേക്കാളും വലിയ ദൂർത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇടയിലുള്ള ഒരു ആഢ്യത്വത്തിന്റെ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ നമ്മൾ എന്തോ ആണ് എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയുടെ ആ ഒരു തത്രപ്പാടിന്റെ ദുരന്തം എത്രമാത്രം വലുതാ. ഒന്ന് ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ. ഒരാളുടെ കല്യാണത്തിന് ചെലവായത് 2 കോടിയാണെങ്കിൽ മറ്റേ ആചാര്യ പറയണേ, എന്റെ ഓൻ 2 കോടിയാണെങ്കിൽ ഞാൻ മിനിമം 2.5 കോടിയെങ്കിലും ചെലവാക്കും. എന്തിന് ഏതിന് എന്നുള്ളതല്ല, ആ ആചാര്യക്കാൾ എന്റെ കല്യാണത്തിന്റെ ചെലവ് കൂടണം. അപ്പൊ ഒരു പ്ലേറ്റിന് അങ്ങോട്ട് റേറ്റ് ഇടാം. ഒരു പ്ലേറ്റ് 250, ഒരു പ്ലേറ്റ് 500 ഒക്കെയുള്ള കല്യാണങ്ങൾ 5000 10,000 ആളുകൾ വിളിക്കുമ്പോ ആ കല്യാണത്തിന്റെ റേറ്റ് ഒന്ന് ആലോചിച്ചു. ഒരു പ്ലേറ്റിന് എത്രയാണ് കൂട്ടിയത്? ഇന്ന് പ്ലേറ്റിനാ കൂട്ടുക. അത് 12 വയസ്സുകാരൻ കഴിച്ചാലും പ്ലേറ്റാണ്. 4 വയസ്സുള്ള പെൺകുട്ടി കഴിച്ചാലും ആ പ്ലേറ്റാണ്. ആ പ്ലേറ്റിന്റെ റേറ്റ് ഇൻറ്റു 5000 എന്നാണ് കൂട്ടുക. അപ്പൊ എത്ര ആകാ എന്നുള്ള നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാണ്. എന്തിന്റെ പേരിലാണ് നമ്മൾ ഈ കല്യാണത്തിന്റെ ഈ ഒരു ആർഭാടം അല്ലെങ്കിൽ ഈ ഒരു പേക്കൂത്ത് നമ്മൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി തിരിച്ചറിവിന്റെ സമയമാണ്. റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടാവോ ഇല്ലേ എന്ന് ചിന്തിക്കണം. ആൾക്കാർ കാണൂലേ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഹബീബ് എന്റെ ഈ ചെയ്തി ഇഷ്ടപ്പെടോ ഇല്ലയോ, ഞാൻ ഇത്രയും വലിയ സംഭവം ഇവിടെ കഴിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പാവങ്ങൾക്ക് തിന്നാൻ കൊടുക്കലാണെങ്കിൽ അല്ലാഹ് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. ആഢ്യത്വമാണ്. അൽഹാകും അത്തകാസുർ. എന്ന് പറഞ്ഞാൽ ആഢ്യത്വം. ഞാൻ മറ്റോനേക്കാൾ കുറച്ച് ഉഷാറാണ്, ഓനേക്കാൾ എനിക്കൊന്ന് പൊന്തണം, ഓനേക്കാൾ എനിക്കൊന്ന് ഉഷാറാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ ഒരു മൈലാഞ്ചി കല്യാണം, മെഹന്തി കല്യാണം, മൈലാഞ്ചി ഇടുക അല്ലെങ്കിൽ കോസ്മെറ്റിക്സും കോസ്റ്റ്യൂംസും എത്രയാ റേറ്റ് ഈടാക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ കുട്ടികൾ കല്യാണത്തിന് വേണ്ടി അവരെന്തായാലും പുതിയ ചമയണം, അതിലൊന്നും സംശയമില്ല. അത് അതിന്റെ മട്ടത്തിലാവണം. ഇസ്ലാമിക വേഷവിധാനം, നിസ്കാരമൊക്കെ ഖളാ ആയി പോകുന്ന രീതിയിലുള്ള പുട്ടി വേണ്ട. ഞാൻ അങ്ങനെ പറയുന്നത് വാരി തേച്ച് ഒരു പക്ഷേ മിനിമം റേറ്റ് പറയുമ്പോൾ 25,000, 10,000-ൽ ചുരുങ്ങിയ പരിപാടി ഇല്ല. അങ്ങനെ കണ്ണിനും അതുപോലെ മൂക്കിനും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഇവിടെയും എല്ലാ ഭാഗങ്ങളും, പുരികങ്ങളാവട്ടെ ചുണ്ടുകളാവട്ടെ ചുവന്ന് തുടിപ്പിച്ച് ഇതെല്ലാം കൂടി അങ്ങോട്ട് ലെവലാക്കി മാറ്റുമ്പോഴേക്ക് മണിക്കൂറുകളെടുത്ത് മേക്കപ്പ് എടുത്തിട്ട് കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ ബില്ല് വരുന്നത് 1.5 ലക്ഷം. 1.5 ലക്ഷം. ഈ 1.5 ലക്ഷം ബില്ല് വന്നിട്ട് ളുഹർ നിസ്കരിച്ചിട്ടില്ല ഈ കുട്ടി. എന്തേ കാര്യം? മേക്കപ്പ് നടത്തിയ ഫാഷൻ ഡിസൈനറുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ മേക്കപ്പ് ചെയ്യുന്ന ആ ആളുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം, വെള്ളം തൊടിയിക്കാൻ പറ്റൂല. വെള്ളം തൊടിയിച്ചാൽ നിങ്ങളുടെ 1.5 ലക്ഷം സ്വാഹ. അപ്പൊ പിന്നെ വെള്ളം തൊടിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ഒളുടുക്കാൻ പറ്റും? ഒളുടുക്കരുത്. ഒളുടുത്ത പോയില്ലേ കാര്യം. അപ്പൊ ളുഹർ നിസ്കരിക്കരുത് അല്ലേ, അസർ നിസ്കരിക്കരുത് അല്ലേ, മഗ്രിബ് നിസ്കരിക്കരുത്. ഇശാന്റെ സമയത്ത് ളുഹർ അസറൊക്കെ കൂട്ടി അങ്ങോട്ട് ചാമ്പ്യാൾ വേണ്ടി എനിക്ക് വരികയാണെങ്കിൽ ഇതല്ലേ എന്റെ അർത്ഥം. ഒരു നിസ്കാരം ബോധപൂർവം ഒഴിവാക്കിയാൽ 6400 കൊല്ലം നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന ആ ഹദീസ് ബോധ്യമുള്ള ഒരു നിസ്കാരം ബോധപൂർവം ഒഴിവാക്കുന്ന ആളെ പൊന്നാര നബിക്ക് തീരെ ഇഷ്ടണ്ടാവില്ല എന്നുള്ള
ബോധ്യമുള്ള കുട്ടി ആ മേക്കപ്പിന് ഒരുങ്ങരുത് എന്നാ പറയാനുള്ളത്. നിങ്ങൾ പൗഡർ ഇട്ടോളൂ, നിങ്ങൾ ഐലൈനർ ഉപയോഗിച്ചോളൂ, നിങ്ങൾ അതൊക്കെ ചെയ്തോളൂ, പക്ഷെ ഒളെടുക്കണം, നിങ്ങൾക്ക് നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കണം, നിങ്ങൾ ചുണ്ടുമുല അത് തേച്ച് ഇത് തേച്ച് ആ രീതിയിൽ വാട്ടർ പ്രൂഫ് ആയതും അല്ലാത്തതും ഒക്കെയും കാണാം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോ അനാചാരങ്ങൾ ആഘോഷമായി മാറരുത്. അത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാകണം. മുത്തു മുസ്തഫ ഇത് നേരിട്ട് കാണുന്നുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം. നാളെ നബിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്ത് പറയുമെന്ന ബോധ്യം ഇന്ന് നമുക്ക് വേണം. വേറെ ഒന്നും ഇവിടെ പറയാനില്ല. പ്രിയപ്പെട്ട സാലബ ചോദിച്ച ചോദ്യം, ഹൽ അലിമ റസൂലുള്ളാഹ് ബിദംബി, ഞാൻ ആ ചെയ്ത മഹാകുറ്റം. ഏത് കുറ്റം? ഏത് കുറ്റം? അങ്ങാടിയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോ ഒരു പെണ്ണ് കുളിക്കണത് കണ്ടതിന്റെ ആ തെറ്റ് റസൂൽ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ മുത്ത് അറിഞ്ഞിട്ടുണ്ടോ? എന്റെ ഹബീബ് ഞാൻ ഈ ചെയ്ത തെണ്ടിത്തരം അറിഞ്ഞുകണോ ഉമറേ? അറിഞ്ഞുകണോ ഉമറേ? എനിക്ക് ബേജാറുണ്ട്. എന്റെ മുത്ത് മുസ്തഫ അറിഞ്ഞണെങ്കിൽ എങ്ങനെയാ ഹബീബിന്റെ മുന്നിലേക്ക് ഞാൻ ഇനി വരുക? ഹബീബിനെ പോയി നോക്കിയിരിക്കുന്ന കണ്ണോണ്ട് ഞാൻ കണ്ട കുറ്റം അത് വല്ലാത്ത കുറ്റമാണ്. ഒരു പെണ്ണിന്റെ കുളിസീൻ കണ്ടതിന്റെ പേരിൽ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്ന 16കാരന്റെ ചരിത്രം നമുക്ക് പാഠമാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് സ്വഹീഹായ ഹദീസ് നമുക്ക് വായിച്ചു നോക്കാം. ഹൽ അലിമ റസൂലുള്ളാഹ് ബിദംബി. കാരണം ടെക്നോളജി ഒരുപാട് പുരോഗമിച്ച കാലമാണ്. നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാലം, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാലം, നമുക്ക് മണിക്കൂറുകളോളം നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തും കാണാൻ പറ്റിയിട്ടുള്ള കാലം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഹദീസിനെ പരിചയപ്പെടുന്നത്. ഹൽ അലിമ റസൂലുള്ളാഹ് ബിദംബി യാ ഉമറു. പ്രിയപ്പെട്ട ഉമറേ, എന്റെ പൊന്നാര ഹബീബ് ഞാൻ ചെയ്ത തെറ്ററിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, ലാ ഇൽമലി. നബി അറിഞ്ഞണോ അറിഞ്ഞില്ലെന്ന് എനിക്കറിയില്ലേ? അതെനിക്കറിയില്ല. അറിഞ്ഞണോ അറിഞ്ഞില്ലേ എന്നുള്ള വിവരം എനിക്ക് ഇല്ല. പിന്നെ ഒരു കാര്യം, ഹബീബായ നബി തങ്ങൾ നിങ്ങളെ കൊണ്ടുവരണമെന്നും എന്നെയും സൽമാനും അതിനെ ഏൽപ്പിച്ചെന്നുള്ളതും മാത്രമേ എനിക്കറിയുള്ളൂ, വേറൊന്നും അറിയില്ലട്ടോ എന്ന് ഉമർ തങ്ങൾ സത്യസന്ധമായി മറുപടിയും പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്റെ പൊന്നാര ഉമറേ, ഞാനൊരു നിർദ്ദേശം പറയട്ടെ, നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കോളി, ഞങ്ങളെ കൂടെ വരാം. പക്ഷേ പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹ് നിസ്കാരത്തിലേക്ക് തക്ബീർ കെട്ടി ഹബീബ് നിസ്കാരത്തിലായിരിക്കെ മാത്രമാണ് എന്നെ നിങ്ങൾ അങ്ങോട്ട് കയറ്റാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ കൺട്രോൾ പോകും. കാരണം ഞാൻ അത്രമേൽ മനസ്സ് വേദനിച്ചിട്ടാവുള്ളത്. മുത്തുനബി നേരിട്ട് ഫ്രീ ആയിരിക്കുമ്പോ മദീനയിൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ നബി വെറുതെ ഇരിക്കുമ്പോ ആ സമയമുണ്ടല്ലോ, അപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, ചിലപ്പോൾ എന്റെ കാറ്റ് പോകും. കാരണം അത്രമേൽ ഞാൻ വിഷണ്ണനാണ്, എനിക്ക് നബിയെ ഫേസ് ചെയ്യാൻ കഴിയണില്ല. അതുകൊണ്ട് റസൂലുള്ള നിസ്കാരത്തിലേക്ക് നിന്നാൽ ഉടനെ എന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇൻഷാ അല്ലാഹ് അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് റസൂലുള്ള കൈ കെട്ടിയപ്പോ ഉമർ തങ്ങൾ അതാ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അതുവരെ പുറത്ത് കാത്തുനിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറി നിന്നു. നിസ്കാരം തുടങ്ങി എന്നറിഞ്ഞപ്പോ ഉമർ തങ്ങൾ സൽമാൻ ഫാരിസി സാലബയെ കൊണ്ടുപോവുകയാണ്. സാലബിന് അബ്ദുറഹ്മാൻ തങ്ങൾ കൊണ്ടുപോയി മദീനത്തെ പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ സലാം വീട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉടനെ നബിന്റെ മനസ്സിൽ, യാ ഉമർ അയ്ന സാലബ? അല്ല, ഞാൻ സാലബനെ കൊണ്ടുവരാനല്ലേ നിങ്ങളെ രണ്ടാളെയും വിട്ടത്? ഓലെവിടെ? ആ നബിയെ വന്നു വന്നു, മുന്നിൽ കിടക്കണു. വന്നു വന്നു, ആളത് അവിടെ ഉണ്ട്, ഞങ്ങളെ കൂടെ ഉണ്ട്, വന്നിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹ് ഹബീബായ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിച്ച് ചോദിച്ചു, സങ്കടത്തോടെ ചോദിച്ചു, മാ ഗയ്യബക അന്നി യാ സഅലബ. എന്തേ സഅലബ, നമ്മളിൽ നിന്ന് നീ ഈ 40 ദിവസം അപ്രത്യക്ഷനായി നിന്നു, നീ എന്തേ ഗായിബായി, നീ എന്തേ മറഞ്ഞു നിന്നു, എന്തേ എനിക്ക് മുഖം തന്നില്ല സാലബ? എന്തുകൊണ്ടാടാ 40 ദിവസം നിന്നെ കാണാതെ പോയതാടാ സാലബ എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാലബയോട് ചോദിക്കാം. അപ്പൊ പറഞ്ഞു, ദംബി യാ റസൂലല്ലാഹ്, തിരുനബിയേ തിരുനബിയേ തിരുനബിയേ, ഞാൻ ചെയ്ത പാപമാണ് നബിയെ അതിന് കാരണോ, ഞാൻ ചെയ്ത കുരുത്തക്കേടാണ് അതിന് കാരണോ, ഞാൻ ചെയ്ത അപരാധമാണ് നബിയെ അതിന് കാരണോ, ഞാൻ ചെയ്ത മഹാ തെണ്ടിത്തരവും തെമ്മാടിത്തരവുമാണ് അതിന് കാരണോ. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ചെറുതായിട്ട് നമ്മൾ ചെറുതാക്കല്ല, നമ്മൾ ഇന്നത്തെ തെറ്റുകുറ്റങ്ങൾ നോക്കുമ്പോ അതെത്ര ചെറുതാണെന്നാ നമ്മൾ പറഞ്ഞു വരുന്നത്, അല്ലാണ്ട് അത് ചെറുതാണെന്ന് പറയല്ല. നോക്കൂ, സലബ തങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്ത പാപമോർത്തിട്ടാ നബിയേ
അപ്പൊ അവിടുന്ന് റസൂലുള്ള പറയാണ്, അപ്പോഴും നമ്മൾ നബി ചെയ്യണ പണിയൊക്കെയാണ് നിങ്ങൾ. സഅലബ ടെൻഷനിലാന്ന് നബിക്കറിയാം. അപ്പൊ നബി ഉടനെ പരിഹാരം, യാ സഅലബ യാ സഅലബ ഹല്ലാ അദുല്ലുക അലാ ആയ തംഹു ദുനൂബ വൽ ഖതായാ. എന്ത് ചെയ്താലും ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബ് പുറത്തു തരാൻ പര്യാപ്തമായ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരായത്തു ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ സഅലബ. സഅലബ പറഞ്ഞു, നബിയേ വേഗം തരി വേഗം തരി. നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു നോക്കാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇൻഷാ അല്ലാഹ് 3 വട്ടം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ആയത്തോതിയാൽ ചെയ്ത എല്ലാ ചെറിയ തെറ്റുകുറ്റങ്ങളും പടച്ചോൻ പൂർണ്ണമായി മാപ്പാക്കി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒന്നുകൂടി റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. കഅബത്തുൽ തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ചൊല്ലൽ സുന്നത്തുള്ള പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും നിർബന്ധമായി ഒന്നുമില്ലല്ലോ തവാഫിലൊന്നും. പക്ഷെ സുന്നത്തുള്ള ഒരു ദിക്ർ ഇതാ. ക്ലോക്ക് ടവറിലേക്ക് നോക്കണം എന്നല്ല ഞാൻ പറയണേ. ക്ലോക്ക് ടവറിലേക്ക് നോക്കുമ്പോൾ അവിടെ വലുതായി സ്ക്രീനിൽ പച്ചയിൽ മഞ്ഞ ലൈറ്റ് ഇങ്ങനെ തെളിയുന്നതും ഇതാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ എല്ലാവർക്കും അറിയണം. അതുകൂടിയാണ് പറഞ്ഞാളാ, എല്ലാവരും മറക്കരുത്. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒറ്റവട്ടം മർമ്മം, ഒരു വട്ടം മർമ്മം നിർബന്ധമായിട്ട് മറക്കരുത്. സുന്നത്താണ്, പക്ഷെ നമുക്ക് നിർബന്ധമാക്കാം. സുബഹിക്ക് ശേഷം മറക്കാതിരിക്കാൻ. മഗ്രിബിന് ശേഷം ഒരു വട്ടം മറക്കാതെ. സുബഹിക്ക് ചെല്ലിയോൻ ഒരു വട്ടം ചെല്ലിയോൻ അന്ന് മഗ്രിബിന് മുമ്പ് മരിച്ചാൽ സ്വർഗം ഗ്യാരണ്ടി. സ്വർഗം ഗ്യാരണ്ടി. മഗ്രിബിന് ശേഷം ഒരൊറ്റ വട്ടം ചൊല്ലി പിറ്റേന്ന് സ്വബഹിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഗ്യാരണ്ടി. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാരും മറക്കരുത്. അറിയാത്തോല് ഇന്ന് മുതൽ പഠിക്കാൻ നോക്കാം. അത് മൊബൈൽ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുക, അതിൽ ഇമേജ് സെർച്ച് ചെയ്യുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അടിച്ചു കൊടുക്കുക. സാധനം വലിയ വലുപ്പത്തിൽ ഫോട്ടോ ആയിട്ടുണ്ട് വരും. അത് സേവ് ചെയ്ത് വെക്കുക, പഠിക്കുക. ഒന്നുകൂടി, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതിന്റെ പേരെന്താ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പഠിച്ചോ, നമുക്ക് തൗഫീഖ് തരട്ടെ. സലാത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും സലാത്തിലേക്ക് കൂടി. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം റാഹത്തോടെ സന്തോഷത്തോടെ. ഇന്ന് സമാപനമല്ലേ ഇൻഷാ അല്ലാഹ്. ഭക്ഷണ വിതരണമൊക്കെ അധികം നീട്ടല്ല. ഭക്ഷണം ഒന്ന് ആവാനുള്ള സമയം കുറച്ച് ഒന്ന് നീട്ടാൻ പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വളരെ ഭംഗിയായി ഈ സദസ്സിനെ ഏറ്റെടുത്ത്, കാരണം ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ വയലു ഉസ്താദ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള വേദികളിലേക്ക് ആൾ കമ്മിയാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് സമാപനം ആയതുകൊണ്ട് മറ്റൊക്കെ ഇവിടെ നല്ല ആളുകൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് തന്നെയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സദസ്സാണ്. ഷംസുൽ ഹുദ മദ്രസയുടെ മുറ്റത്ത് പ്രിയപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി. ഈ മദ്രസ എന്നൊക്കെ പറയുമ്പോഴേ ഇതിപ്പോ എത്രാം ക്ലാസ് വരെ ഉണ്ട്? +1 വരെ ഉണ്ട്. നമ്മുടെ നാട് നമുക്കറിയാം, വരുമാനമൊക്കെ ഇപ്പൊ ഗൾഫ് പറ്റ മുട്ടിയിട്ടുള്ളത്. അല്ലാഹു തആല ഫർജും മഖ്റജും ആകട്ടെ. അല്ലാഹു തആല വേഗം എളുപ്പത്തിൽ സമാധാനം അല്ലാഹു തആല പുനഃസ്ഥാപിക്കുമാറാകട്ടെ.
ഗൾഫ് വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ അഹങ്കാരവും ഹുങ്കൊക്കെ ഒറ്റടിക്ക് തീരും. ഗൾഫ് ഒന്ന് നിലച്ചപ്പോൾ കണ്ണൂർ എയർപോർട്ടും മംഗലാപുരം എയർപോർട്ടും കരിപ്പൂരിലെ കോഴിക്കോട് എയർപോർട്ടും ഒക്കെ നിശ്ചലമായത് നമ്മൾ അതിന്റെ റീൽസ് കണ്ടു, വീഡിയോ കണ്ടു. അത്ര സമയം മതി, അത്ര സമയം വേണ്ടു. ഹോർമൂസ് കടലിടുക്ക് ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുക. ഹോർമൂസിലെ ആ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, അതിലെ വ്യാപാരം, അതിന്റെ ഇപ്പുറത്തുള്ള കടലിടുക്കിന്റെ വ്യാപാരം, അത് ലോകത്ത് വലിയ സാമ്പത്തിക വിപ്ലവമാണ്, സാമ്പത്തികമായ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുപ്പ് പുകയാത്ത വിധം, ഹോട്ടലുകൾ നിർത്തിവെക്കേണ്ട വിധം ഗ്യാസിന്റെ ലഭ്യത കുറവ് വരെ നമ്മൾ അനുഭവിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾക്ക് നന്നായി ദുആ ചെയ്യാം. പടച്ചോൻ എളുപ്പാക്കി തരട്ടെ, പടച്ചോൻ ഫത്ഹാക്കി തരട്ടെ, പടച്ചോൻ ബുദ്ധിമുട്ടൊക്കെ എന്ന് സലാമത്താക്കി തരട്ടെ. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമ്മൾ ഒരുപാട് ആൾക്കാർ ഗൾഫിലാണ്. അപ്പോൾ ഈ മദ്രസേന്റെ കാര്യം പറയുമ്പോഴേ അതിന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്കറിയാം, അപ്പം സിലബസ് പഴയ മാതിരിയല്ല. നമ്മുടെ നാട് വളരെ ഐക്യത്തിൽ പോകുന്ന നാടാണ്. നമ്മുടെ നാട്ടില് വിഭാഗീയതയില്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മൾ അങ്ങനെ ആവണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് നമ്മളെല്ലാവരും ഇവിടെ സുന്നി പാരമ്പര്യത്തിൽ അൽഹംദുലില്ലാഹ്